യഹൂദൻ്റെ ഒരു പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? എന്നെ നീ വിജാതീയനായും സ്ത്രീയായും നായായും ജനിപ്പിക്കാഞ്ഞില്ല, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്തു. അപ്പോൾ സ്ത്രീ സമം അങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടായിരുന്ന ഒരു പുരാതന ലോകത്താണ് ക്രിസ്തു അവിടെ ഈ ശമരിയക്കാരത്തിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഏറ്റവും വലിയ സ്ത്രീ വിമോചകൻ ആരാണ്? ക്രിസ്തുവാണ്. ഏറ്റവും വലിയ സ്ത്രീ വിമോചകൻ ക്രിസ്തുവാണെന്ന് മറക്കരുത്. അതൊക്കെ വലിയൊരു വിമോചന ദൈവശാസ്ത്രങ്ങളാണ്. ആദ്യമായിട്ടൊരു സ്ത്രീയോടാണ് കർത്താവ് ഈ ദൗത്യമായിട്ട് പോവുക. രണ്ടാമത്തേത് ഉദ്ധിതനായ ക്രിസ്താവ്, റിസറക്റ്റഡ് ജീസസ്, ആദ്യം വെളിപ്പെടുന്നത് ഒരു സ്ത്രീക്കാണ്. നമ്മളത് മനസ്സിലാക്കുമ്പോൾ അന്നത്തെ കാലഘട്ടമൊക്കെ ആയിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളൊക്കെ അങ്ങനെ? അതുകൊണ്ട് തന്നെ അവൻ്റെ ചുറ്റും എന്നും ആരായിരുന്നു? സ്ത്രീകളായിരുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് എല്ലാം ആരാ? സ്ത്രീകളാണ്. കുറേ സ്ത്രീകളുണ്ട്. നാണക്കേട് വരാതിരിക്കാൻ ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നു. ആരാ? യോഹന്നാൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മളെങ്ങനെ തല ഉയർത്തി നടന്നേനെ? യോഹന്നാൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹം എന്തോ ചെയ്തേനെ? ഏതായാലും ഒരാളെങ്കിലും അവിടെ ഉള്ളത് അത് സ്നേഹിച്ച ശിഷ്യനാണ് യോഹന്നാൻ. ഈ സ്ത്രീകൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. സ്ത്രീകൾക്ക് അവനെ വിട്ടു പോകാൻ കഴിയില്ല. കാരണം അവരെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയതാരാ? യേശു. അതുകൊണ്ട് തന്നെ ഉദ്ധിതനായ ക്രിസ്തു സ്ത്രീയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്തിനാണ് കരയുന്ന ചോദിച്ചു. സ്ത്രീ എന്തിനാ കരയുന്ന അവൾക്ക് പോലും അറിയില്ല. സ്ത്രീ എന്തിനാ കരയുന്ന അവൾക്ക് പോലും അറിയില്ല. ഏതും സ്ത്രീയെ എന്തു ചെയ്യും? കരയിപ്പിക്കും. ശവം കാണാൻ പോയാലും അവൾ കരയും. ആര് കരഞ്ഞാലും അവൾ കരയും. അനിയത്തിപ്രാവ് കണ്ടാലും സിനിമ കണ്ടാലും അവൾ എന്തു ചെയ്യും? കരയും. കുഞ്ഞി പരീക്ഷയ്ക്ക് ജയിച്ചാലും അവൾ കരയും. പരീക്ഷയ്ക്ക് തോറ്റാലും കരയും. കുഞ്ഞിന് ജോലി കിട്ടിയാലും അവൾ കരയും. ജോലി പോയാലും കരയും. എന്തിനേറെ കൊച്ചിൻ്റെ കല്യാണം നടന്നാലും കരയും, നടന്നില്ലേലും കരയും. കെട്ടി ഇറങ്ങുമ്പോഴും അവൾ എന്തു ചെയ്യും? കരയും. സ്ത്രീ എന്തിനാണ് കരയുന്നതെന്ന് പൊതുവേ സ്ത്രീക്ക് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീ കരയുന്നതിൻ്റെ കാരണം ആരും അന്വേഷിക്കാറുമില്ല. ആരാ അന്വേഷിക്കുക? കെട്ടിയന്മാരന്നേ പറയും, അല്ല എന്തിനും ഉണ്ടൊരു പൂക്കണ്ണീര്, മോങ്ങാതെ അങ്ങ് കാര്യം പറ എന്നു വെച്ചാൽ. വളരെ സീരിയസ് ആയിട്ട് അവൾ എന്തിനാ കരയുന്ന തിരക്കിയ ഒറ്റ ആളേ ഉള്ളൂ. ആരാ? ക്രിസ്തുവാണ്. സ്ത്രീയോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നത്? അതുകൊണ്ട് ലോകമെമ്പാടും ഏത് യോഗത്തിനും അവനെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഏറ്റവും കൂടുതൽ കാണുന്ന ആരെയാ? സ്ത്രീകളെയാണ്. അവനെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഉള്ളത് അവളാണ്. എന്താ കാര്യം ചോദിച്ചാൽ, അവളുടെ കണ്ണീരിനെ ഗൗരവമായി കണ്ട ഏറ്റവും വലിയ ഗുരു ആരാ? സ്ത്രീയാണ്. അല്ലേ? അവളുടെ കണ്ണീരിനെ ഏറ്റവും ഗൗരവമായി കണ്ടത്. അതാണ് ക്രിസ്തുവിൻ്റെ വിമോചനം എന്ന് പറയുക. സാധാരണ ആരും അങ്ങനെ സ്ത്രീയുടെ കണ്ണീരിനെ ഗൗരവമായി കാണാറില്ല. അത് ഗൗരവമായി കണ്ട, കണ്ണീരിനെ ഗൗരവമായി കാണുന്നവരുടെ മുമ്പിലെ മനുഷ്യൻ കരയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ കാണുകയാണ് ക്രിസ്തു. അപ്പോൾ 4-ാം അധ്യായത്തിൽ ഈ വിഭാഗീതികളുടെ നടിച്ചൂരുകളെ ക്രിസ്തു ഇടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്രിസ്തു നേരെ ശമരിയക്കാരത്തിലെടുത്തിയില്ലെന്ന്. എന്നിട്ട് അവളോട് സംസാരിക്കുകയാണ്. അവൾ അഡ്രസ്സ് ചെയ്ത ഒരു ദാഹമുണ്ട്. വഴിവിട്ട ജീവിതത്തിലൂടെ എന്തൊക്കെയോ ഒരു പക്ഷേ അവിടെ ജീവിതത്തിൽ അടക്കി വെച്ചിരുന്ന അമർഷങ്ങൾ, അവളെ ചതിച്ച വഞ്ചകരോടുള്ള പ്രതിഷേധങ്ങൾ ഒക്കെ അവിടെ അകത്ത് കാണും. ഒരു പക്ഷേ അവളെ ഇട്ടച്ച് പോയ അപ്പനോടുള്ള ദേഷ്യം കാണും. നമുക്കറിയത്തില്ല, മനുഷ്യ മനസ്സുകൾ എന്തോരം കോംപ്ലിക്കേറ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം ഈ പെൺകുട്ടിയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം 5 ഭർത്താക്കന്മാരുള്ള സ്ത്രീയോട് കർത്താവ് പറയും, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇത് ഞാൻ പറയുമ്പോൾ സ്ത്രീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചിലപ്പോൾ സ്ത്രീക്ക് പോലും അറിയില്ല. അതാണ് സ്ത്രീയുടെ മനഃശാസ്ത്രം എന്നൊക്കെ പറയും. മോശപ്പെട്ട അല്ലെങ്കിൽ വഴിവിട്ട ജീവിതത്തിനൊക്കെ പേര് കേട്ട സഹോദരിമാർ നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഇന്നലകളിലുണ്ടായിരുന്നു. അവരൊക്കെ ഓരോ സ്ഥലങ്ങളുടെ പേരിലൊക്കെ അറിയപ്പെടുക. അപ്പോൾ അങ്ങനെയൊരു സഹോദരി, ഇച്ചിരി കുപ്രസിദ്ധയായ ഒരു സഹോദരിയാണ്. ഒരു സ്ഥലത്തിൻ്റെ പേരിലാണ് ആ സഹോദരി അറിയപ്പെട്ടിരുന്നത്. അപ്പം നമുക്ക് ഇതൊന്നും അതറിയാതിരുന്നൊരു കാലത്തിൽ ആരോ എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊരു സഹോദരിയുണ്ട്, പ്രിൻസ് മാസ്റ്ററെ ഒന്ന് തിരക്കിയിരുന്നു, പ്രാർത്ഥിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ വലിയ കാര്യത്തിൽ ഇവരെ അന്വേഷിച്ച് പോയി. അപ്പോൾ അവരുടെ പേരെന്നോടെല്ലാവരും പറഞ്ഞു. അപ്പം പോയ വഴിക്ക്, എനിക്ക് അന്ന് ഗൂഗിളില്ലല്ലോ, 1 വർഷം മുമ്പ്, ഞാൻ പോയ വഴിക്കെല്ലാം പലരോട് ചോദിച്ചു, ഇവരുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അതിലൊരാൾ എന്നെ പിടിച്ചു നിർത്തി ചോദിച്ചു, കുഞ്ഞ് നല്ല വീട്ടിലാണെന്ന് തോന്നുന്നല്ലോ, എവിടെ നിന്ന് വരികയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ അറിയത്തില്ലേ, തുണ്ടത്തിലെ കുഞ്ഞുവെന്ന് പറഞ്ഞ പാസ്റ്റർ മോനാ. തുണ്ടത്തിലെ പാസ്റ്റർ മോനാണോ? ആണോ അച്ഛാ?
എവിടെ പോവാ? ഇന്നടത്ത് പോവാ. ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലറിഞ്ഞു ഞാൻ അവിടെ പോയെന്ന്, എൻ്റെ സഭയിലറിഞ്ഞു. ഞാൻ സത്യത്തിൽ അവരെ തേടിപ്പോയത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഒത്തിരി മുറിവുണ്ടാക്കിയൊരു കാര്യം, ആ സഹോദരിയുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞു, ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയി, പിന്നെ വളർത്തിയത് അപ്പനാണ്. അപ്പൻ മഹാമദ്യപാനിയായിരുന്നു, എന്തിനും ഏതിനും അടിക്കുമായിരുന്നു, അടിയോടടി, ചീത്തപടിയോട് ചീത്തപടി. അപ്പൻ്റെ കൂട്ടത്തിൽ വരുന്ന കൂട്ടുകാർ പലപ്പോഴും മുതിർന്ന ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുമെന്നൊക്കെ പേടിച്ച് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ കൂടി ഒടുവിൽ അവളെ കെട്ടിച്ചു. അവിടെ അപ്പനാകാൻ പ്രായമുള്ള ഒരുത്തിനെയും കൊണ്ടാണ് കെട്ടിച്ച്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഈ കർമ്മം തീർത്താൽ മതി. അതുകൊണ്ട് തന്നെ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇയാൾ സംശയരോഗിയായിരുന്നു. എന്നും അടിയോട്ടടിയ, ആരാടി ഇപ്പം വന്നിട്ട് പോയേ, ഈ ചെരുപ്പ് ആരുടെ ആടി, ഈ തലമുടി ആരുടെ ആടി, ഇതാരാടി അതാരാടി, അടിയോടടി കിട്ടിയപ്പം അവൾക്കൊരു കാര്യം പിടികിട്ടി, പോയാലും പോയില്ലേലും എന്ത് കിട്ടും? അടി കിട്ടും. എന്നാൽ പിന്നെ പോയിട്ടടി മേടിക്കല്ലോ. ആ മനസ്സാണ് അവളെ അവിടെ എത്തിച്ചത്. പക്ഷെ അവളെന്നോട് പറഞ്ഞൊരു കാര്യം, എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, സഹോദര, വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കണം, ഈ ഐറ്റത്തിൽ ഞാൻ പൈസ മേടിച്ചിട്ടില്ല. എൻ്റെ അപ്പനോടുള്ള അടങ്ങാത്ത വാശിയും എന്നെ അടിച്ച ഭർത്താവിനോടുള്ള അടങ്ങാത്ത വാശിയും ഞാൻ എവിടെയോ തീർക്കുകയായിരുന്നു. സത്യത്തിൽ ഈ മനുഷ്യ മനസ്സുകളെ വായിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. നമുക്ക് മോശമായതിൻ്റെ പിന്നെ ഒറ്റ കാരണമേ ഉള്ളൂ, എന്താ? മോശമായെന്നുള്ളത്. അപ്പോൾ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ മോശമായി പോവുക? ഇവിടെയാണ് ആ സഹോദരിയോട് കർത്താവ് സംസാരിക്കുകയാണ്. ഒറ്റ വാക്കുകൊണ്ടൊക്കെ അവളെ വിശുദ്ധീകരിക്കുകയാണ്. ആ സംസാരം അവളെ വിശുദ്ധീകരിച്ചു. നിനക്ക് ദാഹം, അവൾ പറയുന്നു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെ എന്തു ചെയ്യും? ദാഹിക്കും. എന്നാൽ എന്നിൽ നിന്ന് കുടിക്കുന്നവനോ അത് നിത്യജീവനിലേക്ക് പൊങ്ങുന്ന നീരിറങ്ങി. ആ സംസാരം, അവളൊരു കാര്യം ചെയ്തു, അവൾ ആ പാത്രം അവിടെ വെച്ചിട്ട് ഓടിപ്പോവുകയാണ്. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ എന്തു ചെയ്തു? കണ്ടു എന്ന് പറയുകയാണ്. ആ സ്ത്രീ ഒരു വലിയ സുവിശേഷത്തിൻ്റെ ദൗത്യമായിട്ട് മാറുകയാണ്. ഇവിടെയാണ് ക്രിസ്ത്വാനുഭവങ്ങൾ ഒരു മനുഷ്യനുണ്ടാകുന്ന രൂപാന്തരങ്ങൾ. കാരണം ഏതു മനുഷ്യൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന, അവനെ അങ്ങനെ ആക്കിയ മുറിവുകളെ കണ്ടെത്താൻ കഴിയുന്ന ഒരേ ഒരാൾ ക്രിസ്തുവാണ്. വലിയൊരു മഞ്ഞുമലയുടെ അടി പോലെ മനുഷ്യൻ്റെ മനസ്സൊക്കെ. നമ്മൾ മുകൾ ഭാഗം മാത്രം കണ്ട് വിധിക്കുന്നവരാണ്. നമുക്ക് ഈ വിധിക്കാൻ ഭയങ്കര ഇഷ്ടവുമാണ്. മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത് ചെയ്യാൻ? വിധിക്കാൻ. കോവിഡിൻ്റെ കാലത്തിൻ്റെ ചെറിയൊരു അയവ് വന്നപ്പോൾ ഒരു കല്യാണം, ഒത്തിരി കല്യാണം എൻ്റെ ചർച്ചയാണ്. പലരും വന്ന കല്യാണങ്ങൾ നടത്തിയത് ഞങ്ങളുടെ ചർച്ചയില്ല, കല്യാണവും ശവടക്കവും ഒക്കെ. അതിനൊരു കാരണമുണ്ടായിരുന്നു. പലയിടങ്ങളിൽ എൻ്റെ സഭയിലെ വിശ്വാസികളിവിടെ ഉണ്ട്, പലയിടങ്ങളിലായിട്ടൊക്കെ ഇരിക്കാനൊക്കെ. അതുകൊണ്ട് തന്നെ ഇച്ചിരി ധൈര്യമൊക്കെ വേണ്ടേ കാര്യങ്ങളൊക്കെ നടത്താൻ. ഒന്ന് ആൾ വരണം, അവരെ ഒന്ന് സ്വീകരിക്കണം. അപ്പോൾ അതിനകത്ത് പല കല്യാണങ്ങളും അവിടെ നടന്നു. അപ്പം അതിനകത്ത് ഒരു കല്യാണം നടന്നപ്പോൾ അവരെന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, അന്ന് 50-60 പേർക്കൊക്കെ വരാം, ഞങ്ങൾ പേടിക്കണ്ട, പലര് വന്നാൽ പല ടൈമായിട്ട് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുറേയെങ്കിലുമൊക്കെ ഹാൻഡിൽ ചെയ്യാം. പെട്ടെന്ന് ഈ നമുക്കറിയാൻ വയ്യാത്ത ഈ വിജിലൻസോ സ്ക്വാഡോ ഒക്കെ വന്നാൽ നമ്മൾ പെട്ടുപോകും. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാം. അങ്ങനെ മാനേജ് എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കുറവൊന്നും വരത്തില്ല, വൃത്തിയായിരിക്കണം എന്നെല്ലാം പറഞ്ഞു. കല്യാണം എല്ലാം ഞാൻ ഏറ്റു, എല്ലാം എന്നെ ഏൽപ്പിച്ചു. കോവിഡിൻ്റെ പീക്ക് ടൈമാണ്. അപ്പം നമ്മളൊരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഒന്നും ഉറക്കം കാണത്തില്ല, വൃത്തിയായിട്ട് ചെയ്യണം. എല്ലാ പ്രാവശ്യവും കാര്യം ഏറ്റു കഴിയുമ്പം തീരുമാനിക്കുക ഇനി ഒരു കാര്യം ഏക്കരുതെന്ന്. കാരണം അവസാനം നമുക്ക് ചീത്തവിളിയെ മിച്ചം വരത്തുള്ളൂ, കുറേ പരിഭവം. അതുകൊണ്ട് എന്നാലും പിന്നെ മനുഷ്യരല്ലേ, ഇതൊക്കെ ഏറ്റില്ല പിന്നെ നമ്മളെന്തിനാണ് ജീവിക്കുന്നത്. അപ്പോൾ എന്നാലും ഞാൻ അങ്ങനെ ആ കല്യാണം നടത്തുക. അപ്പോൾ കല്യാണം നടത്തുമ്പോൾ നമുക്ക് ഞങ്ങൾ മറന്നോന്നറിയത്തില്ല, സൗദിയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെയൊക്കെ ഈ കല്യാണവും പരിപാടിയും ശവടക്കും എല്ലാം അടക്കം 2 തോക്ക് പിടിച്ചുകൊണ്ട് 2 പേര് നിൽക്കും. അവർ വരുന്നോടെല്ലാം നെറ്റിക്കോട്ട് ആദ്യം തോക്ക് വെക്കും. മറക്കല്ലേ, ആ സാധനമൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്, മറന്നുപോയോ? അതിൻ്റെ പേരെന്താ? ടെമ്പറേച്ചർ നോക്കുക. അപ്പോൾ എന്നിട്ട് അഡ്രസ്സും ഫോൺ നമ്പറും എന്തു ചെയ്യും? എഴുതിയെടുക്കും. അങ്ങനത്തെ കാലം ഓർമ്മയുണ്ടോ? ഇപ്പോൾ യോഗമൊക്കെ നടക്കുകയാണ്, 2 പേര് വാതിൽക്ക് നിൽക്കും, തോക്കിട്ട് നെറ്റിക്ക് വെക്കും, എന്നിട്ട് പേരും അഡ്രസ്സും ഒക്കെ കുറിച്ചിടും. അപ്പോൾ നടത്തിയപ്പോൾ ഞാനത് ഇവൻ്റുകാരോട് പറഞ്ഞ് 2 പേരെ ഏൽപ്പിച്ചേക്കണം. അപ്പോൾ 2 പെൺപിള്ളേരെ അവർ കൊണ്ടുവന്നു. പാവം പിടിച്ച് 2 പിള്ളേർ, നല്ല 2 പെൺപിള്ളേർ. അവർ സ്കൂട്ടറെ വന്നു, അവർ ഡ്രസ്സൊക്കെ വന്ന് നല്ല ചെറിയ 2 മിടിയും ഒരു കോട്ടും ഒക്കെ ഇട്ട് ലിഫ്റ്റിക്കൊക്കെ ഇട്ട് നല്ല മിടുക്കര് 2 പെൺപിള്ളേർ ഈ വാതിൽക്ക് ഇന്നതെല്ലാം നോക്കുക. എൻ്റെ പൊന്നെ, കല്യാണത്തിന് വന്ന ഒരു അച്ഛൻ എൻ്റെ അടുക്ക് വന്നു, പ്രിൻസ് പാസ്റ്റർ ഇങ്ങനെ തരംതാണ് പോയല്ലോ, പാപികളുടെ കൂട്ടത്തിൽ പെട്ടല്ലോ,
ഞാൻ ചോദിച്ചു, എന്തോ പറ്റി അച്ഛാ, എന്തോ പറ്റി? എനിക്കങ്ങ് വിഷമമായിപ്പോൾ. എന്തോ പറ്റി? കണ്ടില്ലേ ഇത്? ഞാൻ ചോദിച്ചു, എന്ത്? ആ പെൺപിള്ളേരുടെ കാല് കണ്ടോ? മിടിയിട്ടേക്കുക. ഞാൻ അതുവരെ സത്യമായിട്ടത് കണ്ടില്ല. കാണേണ്ടവരല്ലേ ഇതൊക്കെ കാണത്തുള്ളൂ. ഞാൻ കണ്ടില്ല, സത്യമായിട്ട് ഞാൻ കണ്ടില്ല. ഇതാരാണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നീ കണ്ടോ? കാല് കണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടില്ല. കാണണം. കണ്ടോ? ഓ, ഇതാണ് പെന്തക്കോസ് പള്ളിയിൽ നിർത്തേണ്ട വാതുക്കൽ. നീ ഇങ്ങനെ ആയിപ്പോയല്ലോ. ഞാൻ ചോദിച്ചു, മുതുക്ക, തനിക്ക് അകത്ത് കയറി താനിതിനെ വായി നോക്കി ഇവിടെ തന്നെ. വയസ്സാം കാലത്ത് തന്നോട് ആര് പറഞ്ഞു നോക്കാൻ? ഞാൻ ഇതുവരെ കണ്ടില്ല, താനെങ്ങനെ ഇത് കണ്ടേ? അയാൾ പിന്നെയും തിരിച്ചു വന്ന് നോക്കി വർത്തമാനം പറയാൻ നിൽക്കുക. താൻ കയറിപ്പോ, ഒന്നത് പോ, എന്നോടധികം സംസാരിക്കണ്ട. എനിക്കെൻ്റെ കലിയും ദേഷ്യം എല്ലാം വന്നു. ഈ പിള്ളേരങ്ങ് പോയി. എന്നാലും 2 പെൺപിള്ളേർ. അപ്പം ഞാനോർത്ത് ഇതുങ്ങളോടൊന്ന് സംസാരിക്കും. ഏതായാലും പാമ്പിടിച്ച 2 പിള്ളേർ, പക്ഷെ കണ്ടാൽ നല്ല അഴകുള്ള 2 പിള്ളേർ. അപ്പം ഞാൻ എൻ്റെ ഭാര്യയും കൂടെ അവരെ വീട്ടിൽ പഠിപ്പിച്ചു. ഇത് കല്യാണം നടന്നുകൊണ്ടിരിക്കും. അവരോട് ചുമ്മാ ഒന്ന് സംസാരിക്കാമെന്ന്. സംസാരിച്ചപ്പോൾ അപ്പം ഇവരെന്നെ അച്ഛനെന്നാണ് വിളിക്കുക, കത്തോലിക്കരാ. അച്ഛാ, ഞങ്ങളെ ഇങ്ങനെ ഈ ഡ്രസ്സൊന്നും കണ്ടുകൊണ്ട് അളക്കല്ലേ. അച്ഛൻ തളർന്ന് കിടക്കുക, അമ്മയ്ക്ക് ആസ്മയാണ്, ഞങ്ങൾ പഠിക്കുക. ഇങ്ങനെ എല്ലാ വീക്കെൻഡിലും ജോലിക്ക് പോയാൽ ജീവിക്കുന്നത്. ആലുവായിൽ നിന്ന് അതുങ്ങൾ സ്കൂട്ടറിൽ ഓടിച്ച് ഓടി നാട്ടി വന്ന 1000-1500 രൂപ കിട്ടും. ഇതാണ് ഞങ്ങളുടെ ജീവിതമാർഗം. ഇതൊന്നും കണ്ടിട്ട് ഞങ്ങളെ വിധിക്കരുത്. എനിക്കന്നേരം സങ്കടം തോന്നിയത് മറ്റന്നേരം 10-10:30 എൻ്റെ പെണ്ണ് എഴുന്നേറ്റിട്ടില്ല. പിള്ളേർ അവർ ഉച്ചയും കുത്തി കിടന്ന് ഉറക്കുക. അപ്പോഴും ആ സമയത്ത് ഇതുങ്ങൾ വന്നപ്പോഴാണ് ഇയാൾ അതിൻ്റെ കാല് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഈ മനുഷ്യർ വിധിക്കാൻ ശ്രമിക്കണം. എൻ്റെ ഭാഷ മോശമായിപ്പോയി, സങ്കടം കൊണ്ട് പറഞ്ഞു പോയാൽ. നമുക്ക് ഈ വിധിക്കാൻ എളുപ്പമാണ്, ഭയങ്കര പെട്ടെന്ന് നമ്മൾ വിധിക്കുന്ന മനുഷ്യരെ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നുണ്ട്, കേൾപ്പാൻ വേഗതയും. മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കാറില്ലെന്നുള്ളത് ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓരോ പ്രവൃത്തിയുടെ പിന്നിൽ അവനെ അങ്ങനെ ആക്കിയ മനസ്സിൻ്റെ താടനങ്ങളെ ആന്തോളനങ്ങളെ എല്ലാം കണ്ടു മനസ്സിലാക്കി അവരുടെ മനസ്സിനെ തൊട്ട ഒരേ ഒരു ഗുരുവുണ്ടെങ്കിൽ അതിൻ്റെ ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കർത്താവിനെ ഭയങ്കര ഇഷ്ടമായി. കുഷ്ഠരോഗിയെ കർത്താവ് തൊടുന്നുണ്ട്. എന്തിനാ ക്രിസ്തു കുഷ്ഠരോഗിയെ തൊട്ടത്? ഒരു മനുഷ്യനും കുഷ്ഠരോഗിയെ തൊടത്തില്ല. ഒറ്റ വാക്കുകൊണ്ട് കർത്താവിന് അവനെ സുഖപ്പെടുത്തായിരുന്നു. പക്ഷെ കർത്താവിനറിയാം, അവനെ സൗഖ്യത്തെക്കാട്ടിൽ അവന് ആവശ്യം ഒരു തലോടലാണ്, ഒരു തൊടലാണ്. മനുഷ്യൻ്റെ മനസ്സ് കണ്ട ഒരുവൻ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണ്. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്നൊരു കർത്താവ്, ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന ഒരു കർത്താവ്. കരങ്ങൾ ഉയർത്തി ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. അതുകൊണ്ട് തന്നെ ഈ ഗുരു വരുന്നിടത്തൊക്കെ ആൾ കൂടാറില്ലേ, കുഞ്ഞുങ്ങൾ കൂടാറില്ലേ? എന്തുകൊണ്ടാണ്? ഗുരു മനസ്സിലാക്കുന്ന ഒരു കർത്താവാണ്. 4-ാം അധ്യായത്തിൽ വേർപാണ്ട നടിച്ചുവരുകളെയെല്ലാം ഇടിച്ചുകൊണ്ട് കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലാണ് അടുത്ത അടയാളം നാം കാണുക. അതെന്താണ്? രാജഭൃത്യം വരികയാണ്. കഫർന്നഹൂമിൽ നിന്ന് കാനായിലേക്ക് വരികയാണ്. കർത്താവിനോട് പറയുന്നു, നീ പൊയ്ക്കോ, നിൻ്റെ മകൻ എന്ത് ചെയ്തിരിക്കുന്നു? ജീവിച്ചിരിക്കുന്നു. ആ നിമിഷം തന്നെ അകലെ ഒരത്ഭുതമുണ്ടാകുകയാണ്. അതാണ് 4-ാം അധ്യായം. 5-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 5-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം. തുറന്ന് എല്ലാവരും യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം. 5-ാം അധ്യായത്തിൽ യെരുശലേമിൽ ആട്ടുവാതുക്കൽ ഒരു ബെഥെസ്ദാ കുളം ഉണ്ടായിരുന്നു. അവിടെ ഒരു മനുഷ്യൻ കിടന്നിരുന്നു എന്ന് കാണുകയാണ്. അതിന് 5 മണ്ഡപമൊക്കെയുണ്ട്. അവിടെ ഒരു വലിയ കൂട്ടമൊക്കെ ഉണ്ട്. എന്നാൽ 5-ാമത്തെ വാക്യം, അവിടെ ഒരു സൂപ്പർസ്റ്റിഷ്യസായിട്ടുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. ആ കുളത്തിൽ ആദ്യം ഇറങ്ങുന്നവൻ എന്താകും? സൗഖ്യമാകും. ഇവിടെ ഒരു പുതിയ സൗഖ്യത്തെ കാണുകയാണ്. പുതിയ സൗഖ്യമാണ് അവിടെ കാണുക. ഈ മനുഷ്യൻ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 38 ആണ്ടുണ്ട്. 38 ആണ്ടായിട്ടുണ്ട്. അപ്പം കർത്താവിന് എത്ര വയസ്സ് കാണും? കർത്താവ് എത്ര ആയാലും 30+ ആണ്. 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു, 30+ ആണ്. അപ്പോൾ ഇവൻ്റെ രോഗം ആരെക്കാട്ടിലും മൂത്തതാണ്? കർത്താവിനെക്കാട്ടി മൂത്ത രോഗമുള്ളവനാണ്. അപ്പം പ്രായം പറയണോ? അറിയില്ല. ഏതായാലും 38 ആണ്ട് കുളക്കടവിൽ കിടക്കുക. ഇവൻ്റെ അടുക്കിലേക്ക് കർത്താവ് വരിക. പ്രിയരെ, കർത്താവ് വന്നിട്ട് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ, എനിക്ക് പിന്നെയും ഈ കർത്താവിനോട് ഇഷ്ടം തോന്നുന്നൊരു കാര്യമുണ്ട്. കർത്താവ് അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ എന്തുണ്ടോ? മനസ്സുണ്ട്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, സൗഖ്യമാകാൻ മനസ്സുണ്ട്. അപ്പോൾ അവൻ ഈ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അരി എത്രാൻ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? പയറ് 5 കൊച്ചുങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേൾക്കണം. അരി എത്രാൻ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? പയർ. ചോദിച്ചതിനല്ല ഉത്തരം. ഇവനോട് ചോദിച്ചത് എന്താ? നിനക്ക് സൗഖ്യമാകാൻ
മനസ്സുണ്ടോ? ഇവൻ പറഞ്ഞ എന്താ? കുളം കലക്കുമ്പോൾ എന്നെ എടുത്തിറക്കാൻ ആരുമില്ല. ചോദിച്ചതിന് ഉത്തരവാണോ പറഞ്ഞേ? അല്ല, ചോദിച്ചത് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്. ഉത്തരം കുളത്തിലിറക്കാൻ ആരുമില്ല. സത്യത്തിൽ അവൻ പറഞ്ഞത് അതിൻ്റെ ഉത്തരം. അവൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ സങ്കടം അവന് ആരില്ല. 38 ആണ്ടിന് മുമ്പ് ഒരു പക്ഷേ അവനെ അവിടെ കൊണ്ടുവന്നപ്പം പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ വലിയ റാലിയായിട്ടായിരിക്കും കൊണ്ടുവന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആദ്യമൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്തോ ഒരാളായിരിക്കും എന്നറിയാം. ആശുപത്രികളിലൊക്കെ പോകും. ഇപ്പോഴാണ് അതിനൊന്നും ആളില്ലാത്ത. ഞങ്ങളുടെ ഒരു കിഴക്ക് മലയിലെ പിള്ളേർ പറയുന്നൊരു തമാശയുണ്ട്. അവിടെ ഈ എന്തെങ്കിലും ഒരു മലയിൽ കയറി ചെല്ലുമ്പം 4x4 ഉള്ള ജീപ്പൊക്കെ കയറി പോകുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വല്ല അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ ജീപ്പ് കയറി വരുമ്പോഴേ നാട്ടുകാർക്ക് അറിയാം ഏതാണ്ടൊരു പ്രശ്നമുണ്ട്. രാത്രി അവരുടെ അസുഖം ഉണ്ടായി, ജീപ്പ് വിളിച്ചു, ഫ്രണ്ടൊക്കെ ഉള്ള ജീപ്പ് കയറി വന്നു. എന്തുവാന്ന് ചോദിച്ചപ്പോൾ അയാളെ ആശുപത്രി കൊണ്ടുപോകാനാണ്. ചുരുക്കത്തിൽ നാട്ടുകാർ പിള്ളേരെല്ലാം ചാടി ജീപ്പേ കയറി. ഒടുവിൽ രോഗിയെ കയറ്റാൻ സ്ഥലമില്ലായിരുന്നു. അന്ന് ഈ ആളും ആരവും ബഹളമല്ലേ. ഈ പറഞ്ഞ പോലെ 38 ആണ്ട് മുമ്പ് ഇളെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും കൂടെ ആയിരിക്കും കൊണ്ടുവന്നത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ആൾക്കാരൊക്കെ വരാതായി. നമ്മളും ഇതുപോലൊക്കെ തന്നെയാണ്. ആദ്യമൊക്കെ കിടന്നാൽ എല്ലാവരും വരും. ദൈവത്തെ ഓർത്ത് കിടക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണേ. കിടക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാവും. ആദ്യമൊക്കെ എല്ലാവരും വന്നു, പിന്നെ പതുക്കെ ആഴ്ചയിൽ ഒന്നാവും, പിന്നെ മാസത്തിലൊന്നാവും, പിന്നെ 6 മാസത്തിലൊന്നാവും, പിന്നെ ഒരു ദിവസം മരിച്ചു എന്നുള്ള വാർത്ത വരുമ്പോൾ നമ്മൾ ചോദിക്കും, ചത്തോണ്ട് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു? മരിച്ചില്ലായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ മനുഷ്യനെന്ന് പറയുന്നത്. പക്ഷേ ഇവന് കുറച്ച് നാൾ കിടന്നപ്പോൾ ഒരു കാര്യം പിടികിട്ടി, അവൻ ആരുമില്ലെന്ന്. നമ്മൾ ഈ കിടക്കുമ്പോഴേ പിടികിട്ടത്തുള്ളൂ ആരുമില്ലെന്ന്. എല്ലാ മനുഷ്യനും കുറച്ച് കിടന്നു വയ്ക്കിയാൽ അവർക്ക് പിടികിട്ടുന്നൊരു യാഥാർത്ഥ്യമുണ്ട്, എനിക്ക് ആരുമില്ലെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, എനിക്ക് കുളത്തിലിറക്കാൻ എന്നെ ആരുമില്ല. അപ്പം കർത്താവിനോട് പറയുന്നൊരു മറുപടിയുണ്ട്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നുള്ള ചോദ്യമാണ്. എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. എൻ്റെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്, ആരും ഇല്ലാതാവുമ്പോൾ അവിടുന്ന് വരുന്നേ. കാരണം ഈ എല്ലാവരും ഉള്ളപ്പോൾ അവിടുത്തെ അങ്ങനെ അനുഭവിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാവരും ഇല്ലാതാകുമ്പോൾ അവൻ വരുമ്പം പിന്നെ അവൻ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആരുമില്ലാത്തവനെ തേടി വരുന്ന ഒരുവനുണ്ട്, ആരുമില്ലാതാകുമ്പോൾ വരുന്ന ഒരാളുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ ചിലപ്പോൾ നമുക്ക് ഈ തിരക്കിൽ അവനെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. എല്ലാവരുടെയും വരവ് നിൽക്കുമ്പോൾ വരുന്ന ഒരാളുടെ പേരാ കർത്താവ്. എല്ലാവരുടെയും വരവ് നിൽക്കുമ്പോൾ വരുന്ന ഒരാളുടെ പേരാ കർത്താവ്. കരങ്ങളെല്ലാം ഉയർത്തി ഒരു നിമിഷം ശാന്തമായിട്ടൊന്നോർത്തേ. മനുഷ്യരുടെ എല്ലാം പ്രശ്നം ആരുമില്ലെന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ നിർണായകമായ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു മാനുഷിക സത്യമുണ്ട്, എല്ലാ മനുഷ്യരും ഒറ്റയാണ്. പക്ഷേ ഒറ്റയ്ക്കാകുമ്പോൾ വരുന്നൊരു കർത്താവുണ്ട്. ആരുമില്ലാതായപ്പോൾ അവനെ തേടി വന്നു. 38 ആണ്ട് മുമ്പ് വരത്തില്ലേ? വരാം. പക്ഷെ കർത്താവ് വരാൻ താമസിച്ചത് കാരണം അവനും ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം, എനിക്ക് ആരുമില്ലെന്ന്. പണമുള്ളപ്പം നമുക്ക് തോന്നും എല്ലാവരും ഉണ്ടെന്ന്, ആരോഗ്യമുള്ളപ്പോൾ എല്ലാവരും തോന്നും എല്ലാവരും ഉണ്ടെന്ന്. പണം പോയി കിടപ്പിലുമാകുമ്പോൾ മനസ്സിലാകുന്നൊരു സത്യമുണ്ട്, ആരുമില്ലെന്ന്. ആരുമില്ലാതായവനെ തേടി കർത്താവ് വന്നു. ഹല്ലേലൂയ. ആരും സഹായമില്ലാതെ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുമ്പോൾ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ട്. നോക്കൂ, അവിടെ കർത്താവിനെ തേടി വരിക. കർത്താവിനോട് പറഞ്ഞു, നിൻ്റെ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞു. ഇവൻ്റെ രോഗത്തിൻ്റെ പഴക്കം എത്ര വർഷമുണ്ട്? 38 ആണ്ടുണ്ട്. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട്, ഏത് പ്രശ്നത്തിനും എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും പരിഹരിക്കാൻ കഴിയുന്നൊരു കർത്താവുണ്ട്. ഏത് വർഷത്തിനും എത്ര വർഷം. നമ്മൾ ഒരു ആൾക്ക് കുട്ടികളില്ല, അപ്പം നമ്മൾ ചോദിക്കുന്ന ഒരു ജാതി എടുത്തവായി ചോദിക്കും, എത്ര വർഷമായി? 2 വർഷമൊക്കെ ആയെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും സാരമില്ല, നിങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. 5 വർഷമായാൽ സാരമില്ല. പക്ഷെ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഒന്ന് താതാത്മ്യപ്പെടും. പക്ഷേ എത്ര ആണ്ട് പഴക്കമുള്ളവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദുശീലങ്ങളും ഇതുപോലൊക്കെയാണ്, ചിലപ്പം വർഷങ്ങൾ പഴക്കമുള്ളത്. എൻ്റെ പപ്പ എന്നോട് പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു സാക്ഷ്യമുണ്ട്. സിഗരറ്റ് വലിയൊക്കെ നിർത്തുമ്പോഴത്തേന് ഒറ്റ ദിവസം കൊണ്ടാണ് നിർത്തി. ബൈ ദ വേ, സിഗരറ്റ് വലി നിർത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ,
ഏത് നിർത്താനും ഒറ്റ വഴിയുള്ളൂ. ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സിഗരറ്റ് വലി നിർത്തണം, എന്ത് വിലയും കൊടുക്കാം. ഞാൻ പറഞ്ഞു, റെഡിയാണോ സഹോദര, സത്യമായിട്ട് നിങ്ങൾക്ക് നിർത്തണം, സത്യമായിട്ട് നിങ്ങൾക്ക് നിർത്തണം, ആഗ്രഹം ശരിക്കും ജെന്യുവിൻ ആഗ്രഹമാണ്, നിർത്തണം. ഞാൻ പറഞ്ഞു നിർത്താം. പക്ഷേ കൗൺസിലിങ്ങിന് പോകണേ കൗൺസിലിങ്ങിന് പോകാം, ധ്യാനത്തിന് പോകണേ ധ്യാനത്തിന് പോകാം, എന്ത് വേണം ചെയ്യാം. ഞാൻ പറഞ്ഞു നിർത്താം. എന്താ വഴി? ഒറ്റ വഴിയുള്ളൂ, അങ്ങ് നിർത്തുക. അല്ലാതൊരു വഴി പറഞ്ഞു, ഒരു ദിവസം അങ്ങ് നിർത്താൻ അങ്ങ് തീരുമാനിക്കുക. അല്ലാതൊരു വഴി പറ. കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്തി ഒറ്റ ആളുടെ പേര് പറയാം. കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്തത്തൊന്നുമില്ല. നിർത്തുക എന്ന് പറഞ്ഞാൽ അങ്ങ് എന്ത് ചെയ്യണം? നിർത്തണം. 2 ദിവസം ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ 3-ാം ദിവസം അതിനെ ജയിക്കാനാകും. അപ്പം ഇവിടെ നമ്മൾ കാണുകയാണ് എത്ര വർഷം പഴക്കം. അപ്പോൾ എൻ്റെ അപ്പ പറയുന്ന കാര്യമുണ്ട്, സിഗരറ്റ് വലി ബീഡി വലിക്കാൻ തുടങ്ങി എത്ര നാളാണെന്ന് ഓർമ്മയില്ല. കാരണം ഇവർ തോട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് അപ്പച്ചൻ ഇങ്ങനെ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് വെള്ളം അടിച്ച് വന്നിരിക്കുമ്പോൾ മോനോട് പറയും, ബീഡി കത്തിച്ചുകൊണ്ട് വരാൻ. അങ്ങ് അടുക്കളയിൽ നിന്നാണ് കത്തിച്ചുകൊണ്ട് വരിക. അടുക്കളയിൽ നിന്ന് കത്തിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് കെട്ടുപോകും. അപ്പോൾ എന്തോ ചെയ്യും? വെള്ളം അടിച്ചിരിക്കില്ല, നല്ല പിച്ച് കിട്ടുമ്പോൾ 2 നോട്ടം പിച്ച് കിട്ടിയപ്പോൾ അപ്പ പഠിച്ചൊരു മാർഗ്ഗമാണ്, ഇത് കെട്ടുപോകാതിരിക്കാൻ ഇടയ്ക്ക് വലിച്ചാൽ മതി. അപ്പം വലിക്ക് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ അത് ഓർമ്മയില്ല. പിടിച്ചാൽ നോക്കിയപ്പോൾ അപ്പച്ചൻ കത്തിച്ചുകൊണ്ട് വന്നപ്പോൾ അടി കിട്ടാതിരിക്കാൻ പഠിച്ച കാര്യമാണ്. അങ്ങനെ എത്രയോ വർഷം പഴക്കമുണ്ടെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് ഇതിനെയൊക്കെ നിർത്താൻ കഴിയുന്നത് കർത്താവിന് പഴക്കം വിഷയമല്ല. രോഗത്തിന് എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും, ദുശീലങ്ങൾക്ക് എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും എൻ്റെ കർത്താവ് ഇത്ര വർഷമായി ഒന്ന് ചോദിക്കാൻ വരുന്നൊരു കർത്താവല്ല. കർത്താവ് വന്നാൽ അവിടെ സൗഖ്യമുണ്ട്. ആണ്ടുകൾ പഴക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിവുള്ളൊരു കർത്താവുണ്ട്. അവിടത്തേക്ക് വർഷങ്ങൾ കരങ്ങളടിച്ചൊന്ന് സ്തുതിച്ച് എല്ലാവരും വളരെ ഈ ബൈബിൾ ക്ലാസിൻ്റെ സമാപന രാത്രി എത്ര വർഷം പഴക്കമുള്ള പ്രശ്നങ്ങളാണെങ്കിലും പരിഹാരം വരുത്തുവാൻ കഴിവുള്ളൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വന്നത് സൗഖ്യം തരാനാണ്. അതിന് എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും കർത്താവ് എന്തോ തരും? സൗഖ്യം തരും. ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. പാപമോചനമുണ്ടെങ്കിൽ രോഗസൗഖ്യമുണ്ട്, അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. അതിന്നും തീർന്നു പോയിട്ടില്ല. നമ്മുടെ ഒരു പ്രശ്നം, ഞാൻ വളരെ കൃപയിലും ആശ്രയിച്ച് പറയട്ടെ, എന്തുമാത്രം അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നുണ്ടെന്നറിയാം. പക്ഷെ നമ്മളിത് ആരും രാവിലെ വൈകിട്ടും മാർക്കറ്റൈസ് ചെയ്യാറില്ല, ലൈവിൽ കൊണ്ടുവന്ന് പറയിപ്പിച്ച് ഭയങ്കര സംഭവമാക്കാറൊന്നുമില്ല. കാരണം ഇത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. എന്തുമാത്രം അത്ഭുതം! കർത്താവ് ഇന്നും സൗഖ്യമാക്കും ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? സ്തോത്രം ചെയ്തേ. കർത്താവ് സൗഖ്യമാക്കും, കർത്താവ് സൗഖ്യമാക്കും. എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം പറയും. എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. എന്നാലും ഒരു സാക്ഷ്യം, എൻ്റെ അപ്പ 2017 മരിച്ചു. അപ്പോൾ 2017 അപ്പ മരിക്കുന്ന സമയത്ത് അതിനൊരു വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഓർമ്മയായ, ഞാനൊരു 10-30 വർഷത്തിന് മേലെയായിട്ട് ഞങ്ങളുടെ ജനറൽ കൺവെൻഷൻ്റെ ഫുഡിൻ്റെ ചാർജ് അപ്പയാണ്. അപ്പോൾ ഞങ്ങളുടെ റാന്നിയിൽ നിന്ന് പോകുന്നവരാണ്, അപ്പയുടെ കൂടെ ഉള്ളവരാണ് അതെല്ലാം ചെയ്യുക. എത്രയോ വർഷമായിട്ട് അത് ഞങ്ങളുടെ ഒരു അവകാശം പോലെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ ഇരിക്കെ അപ്പ 2017 മരിച്ചപ്പോൾ എന്നെ ഏൽപ്പിച്ചു അപ്പയുടെ കാര്യം, ദൗത്യം. നീ വേണം ഫുഡിൻ്റെ ചാർജ്. ശരി. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു പൈതൃകമായ ഒരു കാര്യം കിട്ടുന്ന പോലായി. അതുകൊണ്ട് ഒട്ടും കുറയ്ക്കാൻ പാടില്ല, നന്നായിട്ട് ചെയ്യണം. എൻ്റെ പൊന്നു പ്രിയരെ, സത്യമായിട്ട് നന്നായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം കയറിയപ്പം കുറയ്ക്കാൻ പാടില്ല. അപ്പൻ്റെ പേരിന് മോശം വരല്ലല്ലോ. അതുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ പോയിട്ട് 3 പോത്തിനെ മുണ്ടക്കയത്ത് പോയി മേടിച്ചുകൊണ്ട് വന്നു. മുറ്റൻ ആന പോലുള്ള പോത്തിനെ. ഈ പോത്തിനെ ഞാൻ എൻ്റെ വീട്ടിലിട്ട് വെട്ടി നുറുക്കി ഇറച്ചിയാക്കി കൊണ്ട് കൊടുത്തു. എല്ലും കളഞ്ഞില്ല. എല്ലുകൊണ്ട് ഞങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കി. പിന്നെ കുടൽ കളയുമോ ബോട്ടി ഫ്രൈ ഉണ്ടാക്കി. സൂപ്പർ സാധനം കേട്ടോ. ആറ്റിക്കൊണ്ടിട്ട് കഴുകി വൃത്തിയാക്കി ബോട്ടി ഫ്രൈ ചെയ്ത് അങ്ങനെ ഇതെല്ലാം കൊടുത്തെല്ലാം കഴിഞ്ഞപ്പോൾ ആ ആഴ്ചയിൽ എൻ്റെ കാലിലൊരു വല്ലാതെ നീരെല്ലാം വന്നു. അപ്പോൾ എന്നെ കണ്ടവർ പറഞ്ഞേടാ ഇത് അപകടമാണല്ലോ. അപ്പം ഞാൻ ആശുപത്രിയിൽ പോയി. എൻ്റെ ബ്ലഡ് വർക്കെല്ലാം ചെയ്തിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയിരുന്നപ്പം ഡോക്ടർ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അപ്പോൾ എന്നെ അറിയാം ഡോക്ടർ. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്,
നീ നല്ല മിടുക്കനാണ്, നീ ജീവിച്ചിരിക്കേണ്ടത് നമ്മളോട് ആവശ്യമാണ്. പക്ഷേ നീ ഇത് വെച്ചിട്ട് ഈ റിപ്പോർട്ട് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു 6 വർഷം കൊണ്ട് നീ ചത്തുപോകും, ഉറപ്പായിട്ടും ചത്തുപോകും. കാരണം അങ്ങനെയാണ് ഈ റിസൾട്ട്. 6 വർഷം മാക്സിമം, അതിനിടയ്ക്ക് തന്നെ വേഴ്സാകും. പിന്നെ പക്ഷെ നീ ഒരു 40 വർഷം ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നല്ലവനല്ലേ, ജീവിക്കട്ടെ. പക്ഷേ ഒരു കാര്യം, നീ ഇന്ന കഴിക്കല്ലേ, ഇറച്ചി തിന്നല്ലേ, മീൻ തിന്നല്ലേ, മുട്ട തിന്നല്ലേ, പയർ തിന്നല്ലേ, അത് കഴിക്കരുത്. പിന്നെ നിനക്ക് കഴിക്കാം വെണ്ടയ്ക്ക, കോവയ്ക്ക, പാവയ്ക്ക, ഇങ്ങനെ കുറേ കാര്യം പറഞ്ഞു. എല്ലാം ഞാൻ കേട്ടു. മനസ്സിലായോ എന്ന് ചോദിച്ചു. മനസ്സിലായെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ബ്ലഡ് റിപ്പീറ്റ് ചെയ്യണം പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം എൻ്റെ ഒരു ജീപ്പയിലാണ്, എനിക്കങ്ങ് സങ്കടം തോന്നി, കഴിക്കരുത്. ഞാൻ ആ ജീപ്പുമായിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് വന്നൊരു ഒതുങ്ങിയ സ്ഥലത്ത് ഇട്ടിട്ട് തമ്പുരാൻ്റെ പറഞ്ഞു, തമ്പുരാനെ 3 പോത്തിനെ വെട്ടി ഞാൻ കൊടുത്തു. ആ പോത്തിൻ്റെ കടം വീടണം ഞാൻ ഇനി 1 വർഷം കൺവെൻഷൻ പ്രസംഗിക്കണം. ആ അവസ്ഥയത് എന്നോടാ പറഞ്ഞ കഴിക്കരുന്ന്. അത് ശരിയോ തെറ്റോ? ഏതൊരു കാര്യത്തിന് ന്യായം വേണ്ടേ? അത് മോശമല്ലേ? അത് മോശമല്ലേ? ഞാൻ കർത്താവിനോട് പറഞ്ഞു അത് ന്യായമായൊരു കാര്യം. നമ്മൾ ന്യായമൊക്കെ എല്ലാത്തിനും ഒരു ന്യായം വേണ്ടേ? എന്നോടാണ് പുള്ളി പറഞ്ഞത് നീ എന്ത് ചെയ്യരുത്, കഴിക്കരുത്. എനിക്കതിനകത്ത് സങ്കടമുണ്ട്, പ്രതിഷേധമുണ്ട്, അമർഷമുണ്ട്. അതെല്ലാം ഞാൻ ദൈവത്തോട് രേഖപ്പെടുത്തി തിരിച്ചു വന്നു. 6 വർഷം കൊണ്ട് എന്ത് ചെയ്തു പോകും? ചത്തുപോകും. 2 ആഴ്ച കഴിഞ്ഞ് ബ്ലഡ് നോക്കുന്നതിൻ്റെ തലേ രാത്രി എനിക്കൊരു ചങ്കിടിപ്പുണ്ടായി. എനിക്ക് ചാകാൻ പേടിയില്ല, പക്ഷെ ജീവിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ജീവിക്കാൻ ഇഷ്ടമാണ്. ജീവിതം മോശമാണോ? കർത്താവിനോടൊപ്പം ഇപ്പോൾ നടക്കുന്ന എന്ത് രസമുള്ള കാര്യമാണ്. ജീവിതം അങ്ങനെ മോശപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും ജീവിതം എന്തുള്ള കാര്യമാണ്? ഒരു സന്തോഷമൊക്കെ ഉള്ളതല്ലേ, കർത്താവിനോടൊപ്പം അല്ലേ. അപ്പോൾ ബ്ലഡ് വർക്ക് നോക്കുന്നതിൻ്റെ തലേ രാത്രി ഞാനിങ്ങനെ ആരോടും നമ്മുടെ പേടിയൊന്നും അറിയിക്കാതെ കിടന്ന് ഉറങ്ങി. എന്നാലും ഞാൻ കർത്താവിനോട് പറഞ്ഞു പ്രതിഷേധമുണ്ട്, അമർഷമുണ്ട്. എന്നോടങ്ങനെ പറയരുത്, അത് മോശമല്ലേ കർത്താവേ? അത് എന്നോടങ്ങനെ പറയാമോ കർത്താവ്? ഇതൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് കർത്താവിനോട് ചോദിച്ചു. ഞാൻ 4 മണിയായപ്പോൾ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നമാണെന്ന് ഞാൻ പറയത്തില്ല, അതിനപ്പുറത്തൊരു റിയാലിറ്റി പോലെ കാണുക. ബോംബെയിൽ ഒരു തങ്കച്ചായൻ എന്ന് പറഞ്ഞൊരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ ഈ താടിയൊക്കെ വളർത്തി കല്യാണമൊന്നും കഴിക്കാതെ ജീവിക്കുന്ന ഒരു സന്യാസി പോലെ ജീവിക്കുന്ന ഒരു അപ്പച്ചനാണ്. രോഗികൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും. ഒരു ചെറിയ വീട്ടിൽ കുടിലിൽ താമസിക്കുന്നൊരു അച്ഛന്. ഈ അപ്പച്ചനെ ഞാൻ ഒരിക്കൽ മുംബൈ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, പ്രിൻസേ എനിക്ക് നിന്നെ താല്പര്യമാണ്, ഞാൻ നിൻ്റെ പ്രസംഗം കേൾക്കാറുണ്ട്, ഞാൻ മോന് വേണ്ടി എന്നും പ്രാർത്ഥിക്കാറുണ്ട്, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ അപ്പച്ചനെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഞാൻ 4 മണിയായപ്പം കാണുകയാണ് ഈ അപ്പച്ചൻ എൻ്റെ അടുക്ക വന്നു, എൻ്റെ കട്ടിലിൻ്റെ അടുത്തിരിക്കുന്നു, ഒരു സ്റ്റൂൾ എടുത്തിരുന്നിട്ട് ഒരു കുപ്പി എണ്ണ എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ ഒരു ഉള്ളംകാല് വരെ പുരട്ടി. എന്ന് പറഞ്ഞ് മക്കൾ പേടിക്കേണ്ട, ഏട്ടാ ധൈര്യമായിട്ട് പോക്കും, അപ്പച്ചൻ ഇവിടെ ഉണ്ട്. ഞാൻ അനുഭവിക്കുകയാണ്, പുള്ളി എന്നെ ദേഹത്തെല്ലാം തോടുന്നത്. ഇത് ഒരു അനുഭവമാണ് കേട്ടോ, ഉപദേശമല്ല. ഏതായാലും അത് കഴിഞ്ഞ് ഞാൻ ഉണർന്നപ്പോൾ എനിക്ക് മനസ്സിലായി തങ്കച്ച, അത് ഞാൻ ശരിക്കും ഓർക്കുകയാണ്. അപ്പം ഞാൻ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്നിട്ട് ആ പഠിക്കുന്ന അപ്പച്ചനെ വിളിച്ചു. അപ്പച്ചോ പ്രിൻസാണ്. ആണോ? 4 മണിക്ക് ഞാൻ നിൻ്റെ മുറി വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു പറഞ്ഞു. 4 മണിക്ക് നിൻ്റെ മുറി വന്ന് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അത് എന്തോ പുള്ളി എന്നോട് പറഞ്ഞ മറുപടിയാണ്. പുള്ളി ചിലപ്പോൾ ഉണർന്ന് പ്രാർത്ഥിച്ചായിരിക്കാം. ഏതായാലും ബ്ലഡ് നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്തോ ചെയ്യണം? കഴിക്കാം, പക്ഷേ കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കഴിക്കണം. ഞാനൊരു കാര്യം പറയാം, എൻ്റെ കർത്താവ് ഇന്നും സൗഖ്യമാക്കുന്ന കർത്താവ്. എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്, അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ഒരു സഹോദരി ക്യാൻസർ വന്ന് മരിക്കുമ്പോൾ തലേ രാത്രി അവർ മരിക്കുമെന്ന് ഉറപ്പായപ്പം ആ സഹോദരി അമ്മയെ വിളിച്ച് പറഞ്ഞു, എനിക്കിനി അധികം മണിക്കൂറില്ല, ഞാൻ മരിക്കുക. പക്ഷേ എൻ്റെ ബോഡി വെച്ചിട്ട് അമ്മ ധൈര്യമായിട്ട് പറയണം, എൻ്റെ മകൾ മരിച്ചു, പക്ഷേ എൻ്റെ കർത്താവ് ഇന്നും സൗഖ്യദായകനായി ഉയരത്തിലുണ്ട്. ഒരാൾ മരിച്ചത് കൊണ്ട് യേശു സൗഖ്യദായകനല്ലെന്ന് അർത്ഥമല്ല. കർത്താവ് ഇന്നും സൗഖ്യമാക്കുന്ന കർത്താവാണ്. ആണ്ടുകൾ പഴക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ഒരിടമുണ്ട്, അത് നമ്മുടെ ക്രിസ്തു സന്നിധിയാണ്. ഹല്ലേലൂയ. ഈ രാത്രിയിലും ആ കർത്താവ് ഈ ഓഡിറ്റോറിയത്തിനകത്തുണ്ട്. 2 കരങ്ങൾ ഉയർത്തി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ച്. അട്ടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. ആന്തരിക അവയവങ്ങൾ സുഖപ്പെടട്ടെ. രോഗം വന്ന് ക്ഷീണിച്ചവർ ബലപ്പെടട്ടെ. വ്യക്തിപരമായി ഇന്ന് രാത്രി രോഗസൗഖ്യം മക്കളുടെ അവകാശമാണ്. 2 രീതിയിൽ കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുമ്പോൾ 2 രീതിയിൽ സൗഖ്യം ഉണ്ടാകും. 1 സഡൻ ഹീലിംഗ്, 2 രോഗശാന്തി. കർത്താവ് ചിലപ്പം പറയും ആ രോഗം അവിടെ ഇരിക്കട്ടെ, പക്ഷേ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരും.
ആ രോഗം നിന്നെ തൊടാതെ ദൈവം കാക്കും. ആ രോഗത്തിൻ്റെ മീതെ ചവിട്ടി നടക്കാനുള്ള കൃപ തരും. ഒന്നീ സഡൻ ഹീലിംഗ്, അല്ലെങ്കിൽ രോഗശാന്തി. രണ്ടായാലും എൻ്റെ യേശു യഹോവ റാഫ, അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അടിപ്പിണരുകളാൽ സൗഖ്യം തരാമെന്ന് പറഞ്ഞ കർത്താവ് ഈ രാത്രി എഴുന്നള്ളി ഈ ബൈബിൾ ക്ലാസ്സിനകത്ത് വന്നിട്ടുണ്ട്. കേവലം വചനം കേൾക്കുകയല്ല, വചനത്തിൻ്റെ ജീവൻ ശക്തി യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ, യേശു കർത്താവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യക്തികളുടെ മേൽ രോഗസൗഖ്യം വ്യാപരിക്കട്ടെ, രോഗസൗഖ്യം വ്യാപരിക്കട്ടെ, രോഗസൗഖ്യം വ്യാപരിക്കട്ടെ, രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. അർഖന റിബ ലഗ ധന ഹന്ധന ഷാദാന ഹത്തിനിയ. തൻ്റെ പാദപീഠം എൻ്റെ വൈദ്യശാല, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. തൻ്റെ പാദപീഠം എൻ്റെ വൈദ്യശാല, അതിലുണ്ടനേകം ഔഷധങ്ങൾ. വിശ്വാസത്താൽ പറഞ്ഞ് യഹോവ റാഫ, യഹോവ റാഫ. ഹല്ലേലൂയ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ട നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അടിപ്പിണരുകളാൽ സൗഖ്യം, അടിപ്പിണരുകളാൽ സൗഖ്യം. അവൻ നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം. യൗവനക്കാർ ക്ഷീണിച്ചു പോകും, ബാല്യക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ക്ഷീണിച്ചു പോകാതെ ഓടും. കാലുകൾക്ക് സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ, കാലിന് സൗഖ്യം, അസ്ഥികൾക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. നീ എൻ്റെ കാലുകളെ മാൻ പേടക്കാലാക്കും, അങ്ങൻ്റെ കാലുകളെ മാൻ പേടക്കാലാക്കും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവിക രോഗസൗഖ്യം വിശ്വാസത്താൽ സ്വീകരിക്കണം, വിശ്വാസത്താൽ സ്വീകരിക്കണം. എൻ്റെ യേശു വരുന്നിടത്ത് സൗഖ്യമുണ്ട്. അതൊരു മാജിക്കല്ല, അത് ഒരു പ്രസംഗകൻ്റെ അത്ഭുത സിദ്ധിയല്ല. യേശുവിനെ കുറിച്ച് പറയുന്നിടത്ത് സൗഖ്യമുണ്ട്. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ നന്ദി. സൗഖ്യം വ്യാപരിക്കട്ടെ. ബുദ്ധിമണ്ഡലങ്ങൾ പഠിക്കാൻ പിറകിലായ മക്കൾ അവരുടെ ബുദ്ധിമണ്ഡലത്തിന്മേൽ ഒരു പുതിയ ബ്രെയിൻ ഇൻസ്റ്റോൾ ചെയ്യട്ടെ, പുതിയ സോഫ്റ്റ്വെയർ പോലെ യേശുവിൻ്റെ നാമത്തിൽ ഇൻസ്റ്റോൾ ചെയ്യട്ടെ, ഇൻസ്റ്റോൾ ചെയ്യട്ടെ, ഇൻസ്റ്റോൾ ചെയ്യട്ടെ. അസ്ഥികൾ സുഖപ്പെടട്ടെ, അസ്ഥികൾ സുഖപ്പെടട്ടെ. അസ്ഥിവേദനകൾ, അസ്ഥികൾക്ക് സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ. അസ്ഥികൾക്ക് സൗഖ്യം ഉണ്ടാകട്ടെ, അസ്ഥികൾക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു പുതുക്കം ഉണ്ടാകട്ടെ, പുതുക്കം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. രഖന ഹദ്ധന റിബ ലഗധന. എല്ലാ സ്കിൻ ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സ്കിൻ ഡിസീസ് സൗഖ്യമാകട്ടെ. തൈറോയിഡിൻ്റെ പ്രയാസങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. തൈറോയിഡ് യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ ബലഹീനതകൾ സൗഖ്യമാകട്ടെ. യേശു സൗഖ്യദായകൻ. ദുശീലങ്ങൾ, ദുശീലങ്ങൾ, ദുശീലങ്ങൾ സൗഖ്യമാകട്ടെ. ഇന്ന് വരെയും പുറത്തു വരാൻ കഴിയാത്ത ചില മേഖലകൾക്കകത്തുകൊണ്ട് നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ജനം പുറത്തു വരട്ടെ. യേശുവെ നന്ദി, യേശുവെ നന്ദി, യേശുവെ നന്ദി, യേശുവെ നന്ദി. ഇതിനകത്ത് ഭയങ്കര ദൈവസാന്നിധ്യം. അത് എനിക്കറിയാം, ചിലരുടെ ശരീരത്തിൽ അത് അനുഭവിക്കുന്നുണ്ട്. ശരീരത്തിൽ ഇവിടെ ഇരിക്കുന്നവർ ചിലർ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ഉപരിപ്ലവമായ ഒരു ബഹളമല്ല, വ്യക്തിപരമായി ശരീരത്തിൽ സൗഖ്യങ്ങൾ. കർത്താവ് നിങ്ങളെ തൊടുന്ന അനുഭവങ്ങൾ വിശ്വാസത്താൽ പ്രാപിച്ചേ. ഇന്നലെ നമ്മൾ പറഞ്ഞു, അകലെ അത്ഭുതം ഉണ്ടാകും. ആണ്ടുകൾ പഴക്കമുള്ള പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരം വരുത്തും. ദാ ബന ഹതന അന്ധന റഗല ഹത്തിനിയ റഗനിയ ഷഗനിയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. 38 ആണ്ട് കിടന്ന മനുഷ്യനെ യേശു കർത്താവ് എന്ത് ചെയ്തു? സുഖപ്പെടുത്തി. പൗരുഷൻ്റെ ഈ ശുശ്രൂഷകൾ എളിവനായി ഞങ്ങൾ കോവിഡിൻ്റെ സമയത്താണ് ചെല്ലുക. ഒത്തിരി അത്ഭുതങ്ങൾ കർത്താവ് നടന്നിട്ടുണ്ട്. എടുത്തുകൊണ്ട് വന്ന ഒരു സഹോദരി ഇന്ന് സ്റ്റെപ്പുകൾ കയറി ബുള്ളറ്റൊക്കെ ഓടിച്ച് എറണാകുളത്തോട് നടപ്പുണ്ട്. വലിയ അത്ഭുതമൊന്നും നടന്നില്ല, ഗ്രാജുവലായിട്ട് അതങ്ങ് നടക്കുകയാണ്. കർത്താവിൻ്റെ വചനം പറയുന്നിടത്തെല്ലാം സൗഖ്യമുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടായൊരു അനുഭവമുണ്ട്.
ഒരപ്പച്ചൻ അച്ചായന് റിട്ടയർഡ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പൗരുഷനി വന്ന സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കോവിഡ് മൂർച്ഛിച്ചു. അന്ന് ആ കോവിഡിൻ്റെ പീക്ക് ടൈമാണ്, ഭയങ്കര പീക്ക് ടൈം. അദ്ദേഹം തിരുവല്ലയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ വെൻറ്റിലേറ്ററിലാണ്, ഭയങ്കര സീരിയസ് ആണ്. അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുക, ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് പോലെ. അപ്പോൾ ഞങ്ങൾ അന്നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലൂടെയും അല്ലാതെയും ഒക്കെ പ്രാർത്ഥന ആവശ്യങ്ങൾ വരും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് ലൈവ് ശുശ്രൂഷകൾ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ മുഴങ്കാലി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവർ റിക്വസ്റ്റുകൾ വരും, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഇദ്ദേഹം സീരിയസ് ആണെന്നുള്ള വാർത്തകൾ അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഭയങ്കര സീരിയസ് ആയി. അദ്ദേഹം വന്ന് സാക്ഷ്യം പറഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഭയങ്കര സീരിയസ് ആയിട്ട് അദ്ദേഹം മനസ്സിലായി മരിക്കുകയാണ്. അപ്പോൾ ഈ ഇദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തകൾ പോലൊക്കെ വരുന്നു, ഭയങ്കര സീരിയസ് ആകുന്നു. ആ സമയത്ത് അദ്ദേഹത്തിനൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അദ്ദേഹം മരിച്ചു, അദ്ദേഹം കാണുകയാണ് അദ്ദേഹം മരിച്ചു. ആ മനുഷ്യൻ മരിച്ച് ബോഡിക്ക് പുറത്ത് വന്നു. പുള്ളി കാണുന്ന ഒരു കാര്യം, പുള്ളിയുടെ പെട്ടി, ശവദേഹം വഹിക്കുന്ന പെട്ടി, മൃതദേഹം എടുത്ത് പെട്ടിയിലൊക്കെ ആക്കി ഒരുക്കി പുള്ളി കാണുകയാണ്. ഒരു ആംബുലൻസ് വെച്ചുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുക. പുള്ളി കാണുക, പുള്ളി ഇപ്പോൾ അപ്പോഴത്തേന് പുള്ളിക്ക് സീരിയസ് ആണെന്നുള്ള വാർത്തകളാണ് വരുന്നത്. അദ്ദേഹത്തെ ആംബുലൻസിലെടുത്തുകൊണ്ട് മൃതദേഹമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് പുള്ളി കാണുകയാണ് വീടിൻ്റെ പടിക്കൽ അവിടെ ചെന്നിട്ട് ഈ മൃതദേഹം ആംബുലൻസിൽ നിന്ന് ഇറക്കിയിട്ട് വീട്ടിലോട്ട് ഇങ്ങനെ ചുമന്നുകൊണ്ട് പാട്ടും പാടി കൊണ്ടുപോകും. എടുത്തുകൊണ്ട് ഈ പ്രൊസഷൻ പോലെ വീട്ടിലോട്ട് പോകുമ്പോൾ പുള്ളി കാണുന്ന കാഴ്ച, കുറേ ഉപദേശിമാർ മുട്ടുകുത്തി ഈ പ്രൊസഷനെ, ഈ വിലാപയാത്രയെ ബ്ലോക്ക് ചെയ്തു. എന്ത് ചെയ്താൽ കയറ്റിവിടത്തില്ല. അപ്പോൾ ഈ എടുത്തുകൊണ്ട് വരുന്നവർ അവിടെ നിന്നു. പുള്ളി വന്ന് സാക്ഷ്യം പറഞ്ഞ കാര്യം, എടുത്തുകൊണ്ട് വന്നവർ അവിടെ നിന്നു. കാരണം ഈ മുട്ട് കുത്തി ഇന്നവർ കയറ്റിവിടുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് അതിനകത്തുനിന്ന് ഒരു ഉപദേശി ചാടി എഴുന്നേറ്റ് ഒരു സിസർ കട്ടടിച്ചു, ഒരൊറ്റ തൊഴി പെട്ടിക്കെട്ട്, പെട്ടി മറിഞ്ഞ് താഴെ വീണു. പിട്ടോന്ന് വീണപ്പം പുള്ളി അങ്ങ് ജീവിച്ചു. പുള്ളി ജീവിച്ചു, ഇപ്പം ജീവനോടിരിപ്പുണ്ട് ഇപ്പോഴും. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഞാൻ അച്ചായൻ്റെ ചെവി ചോദിച്ചു, ഏത് ഉപദേശിയാണ് അടിച്ചെന്ന് ചോദിച്ചു. എൻ്റെ ഉപദേശി പ്രിൻസിപ്പാൾ മുണ്ടൊക്കെ മടക്കി കുത്തി ചാടി ഒരൊറ്റ അടിയായിരുന്നു പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി, നമ്മൾ എവിടെങ്കിലും മുട്ട കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് അങ്ങ് ദൂരെ അത്ഭുതങ്ങൾ ചെയ്യും. ഇന്നും ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. അദ്ദേഹം വന്നത് പരസ്യമായി സാക്ഷ്യം പറഞ്ഞു. ഗവൺമെൻറ് റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. അന്ന് തൊട്ട് ആ കുടുംബമായിട്ട് നല്ലൊരു ഹൃദ്യമായ ബന്ധമുണ്ട്. ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം, എൻ്റെ യേശു സൗഖ്യമാക്കുന്ന കർത്താവാണ്. തൻ്റെ പാദപീഠം എൻ്റെ വൈദ്യശാല, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. വിശ്വസിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. അങ്ങനെ അവിടെ നാം കാണുകയാണ്, ആ കർത്താവ് 38 ആണ്ട് കുളക്കവേ കിടന്ന മനുഷ്യനെ എന്ത് ചെയ്തു? സുഖപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 5-ാം അധ്യായത്തിൽ ആണ്ടുകൾ പഴക്കമുള്ള പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരം വരുത്തുകയാണ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വലിയൊരു പുരുഷാരം കർത്താവിൻ്റെ അടുക്കൽ വരികയാണ്. അപ്പോൾ ഫിലിപ്പോസിനോട് കർത്താവ് ചോദിച്ചു, ഇവർക്ക് കഴിക്കാൻ കൊടുക്കണ്ടെന്ന് ചോദിച്ചു. പരീക്ഷിക്കാനാണ് ചോദിച്ചത്. അപ്പോൾ ഫിലിപ്പോസ് കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, അല്പാൽപ്പം കൊടുക്കേണ്ടതിന് 200 അപ്പത്തിന് എന്ത് ചെയ്തേയില്ല, 200 പണത്തിന് അപ്പം മതിയാകില്ല. കുറച്ച് പേർക്ക് എന്ന് പറഞ്ഞാൽ സമർത്ഥമായിട്ടൊന്നും കൊടുക്കാനില്ല. അല്പാൽപ്പം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബന്നും കാപ്പിയോ ഒരു സ്നാക്സും ഒരു എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സൊക്കെ കൊടുത്ത് വിടണമെങ്കിൽ പോലും 200 പണത്തിന് മതിയാകത്തില്ല. എന്നിട്ട് അവൻ പറഞ്ഞു, ഇവിടെ ആരുണ്ട്? ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ എന്തുണ്ട്? 5 അപ്പവും 2 മീനുമുണ്ട്. എങ്കിലും ഇത്ര പേർക്ക് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു മറുപടിയുണ്ട്. ജനത്തെ ഇരുത്താൻ പറഞ്ഞു. അവിടെ പുല്ലുണ്ടായിരുന്നു. 5000 പേരെ എന്ത് ചെയ്തു? ഇരുത്തി. ഈ ഇരുത്താൻ തുടങ്ങിയപ്പോൾ അത് മറ്റൊരു സ്ഥലത്ത് നാം കാണുന്ന 50 വീതം ഇരുത്തിയെന്നാണ്, ലൈനായിട്ട് ഇരുത്തി. ഇരുത്താൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ റാന്നിയിലുള്ള അച്ചായൻ പറഞ്ഞു, നിങ്ങളുടെ ഇവിടെ അല്ല, റാന്നിയിലെ അച്ചായൻ പറഞ്ഞു, ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ മുമ്പിലും ഞാൻ ഇരുന്നിട്ടില്ല. എന്നെ അങ്ങനെ ഇരുത്താൻ ആരും നോക്കണ്ട. പക്ഷെ ഒരു കഴിവുണ്ട്, കർത്താവിൻ്റെ പന്തിയിൽ നിന്ന് കഴിക്കണമെങ്കിൽ കർത്താവ് പറയുന്നിടത്ത് എന്ത് ചെയ്യണം? ഇരിക്കണം. ഇരിക്കാൻ തയ്യാറാകുന്നവർക്കേ കൊടുക്കത്തുള്ളൂ കർത്താവ്. നമ്മൾ ഈ ധൃതിയൊന്നും വെക്കരുത്. ഇരിക്കണം. കർത്താവ് പറഞ്ഞു, ഇരുത്താൻ പറഞ്ഞു. ഇരുത്തി. 5 അപ്പവും 2 മീനും എടുത്തു. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭാഗമാണ്. ഇതെൻ്റെ ധ്യാനമാണ്, കമൻട്രി അല്ല. ഈ 5 അപ്പം എടുത്ത് മേളിലോട്ട് നോക്കിയിട്ട് കർത്താവ് വാഴ്ത്തിയിട്ട് നുറുക്കി. ഈ വാഴ്വുകൾ എല്ലാവർക്കും സന്തോഷമാണ്. നമ്മൾ ഈ ഉയർത്തി വാഴ്ത്തുന്ന നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനുഷ്യനങ്ങ് പൊക്കല്ലേ. നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ തള്ളി എന്തോ തള്ളൊക്കെ തള്ളുന്നേ. ശ്രേഷ്ഠദാസൻ, വിലയേറിയ ദാസൻ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ
ലൈവ് ഓഫ് ചെയ്യായിരുന്നെങ്കിൽ ഞാൻ വല്ലോ അല്ല ഇത് റെക്കോർഡില്ലാതെ ഞാൻ വല്ലതൊക്കെ പറയായിരുന്നു. എന്തെല്ലാം ഓരോരുത്തർ പറയുന്ന അബദ്ധമായി പോകുന്നുണ്ട്. മോസ്റ്റ് റവറൻ്റ് അതെല്ലാം സഹിക്കാം. ഈയിടയ്ക്കൊരു ചേച്ചി പ്രസംഗിച്ചപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവായി മഹത്തായ സേവനം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട ആള്. ഭാര്യ പ്രസംഗിക്കാൻ വന്നപ്പം ഭർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഉപദേശി പ്രാസമൊപ്പിച്ച് പറഞ്ഞത്. നമ്മുടെ ദിനാരുടെ ഭർത്താവായി മഹത്തായ സേവനം അനുഷ്ഠിക്കുന്ന പ്രിയ കർത്തദാസൻ മുന്നോട്ട് കടന്ന് വന്ന് പ്രാർത്ഥിക്കുമെന്ന്. അപ്പോൾ നമ്മളങ്ങ് ഉയർത്തുന്ന വാഴ്ത്തുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ വാഴ്ത്തി കഴിഞ്ഞിട്ട് തമ്പുരാനൊരു നുറുക്കുണ്ട്. ഈ നുറുക്ക് ഭയങ്കര നൊമ്പരാ, പിച്ച് പറിച്ച് നുറുക്കുക. വാഴ്ത്ത് എല്ലാവർക്കും ഇഷ്ടമാണ്. നുറുക്കലുകൾ വലിയ പാടാണ്. വല്ലാതെ നുറുങ്ങിയിട്ടുണ്ട് ഈ കൊച്ചായസ്. പുറത്ത് കാണാത്ത 1000 നുറുക്കങ്ങൾ. പക്ഷേ ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഈ ആർക്കുമില്ലാത്ത നുറുക്കം? കർത്താവ് എന്നോട് പറഞ്ഞു, നീ നിനക്ക് വേണ്ടി തന്നെ ഉള്ളവനാണെങ്കിൽ ഒരു നുറുക്കം ഉണ്ടാകത്തില്ല. പക്ഷേ ഈ 5 അപ്പം 5000 പേർക്ക് കൊടുക്കണമെങ്കിൽ നുറുക്കിയവർക്ക് മാത്രമേ കൊടുക്കാനൊക്കത്തുള്ളൂ. ജീവിതത്തിൽ ഒത്തിരി നുറുക്കലുകളോട് പോയ 1000 പേര് ഈ ക്രിസ്തീയ കോളത്തിലുണ്ട്. അവരൊരു വാക്ക് പറഞ്ഞാൽ അത്ഭുത സൗഖ്യങ്ങളൊക്കെ ഉണ്ടാകും. അവരൊരു വാക്ക് പറഞ്ഞാൽ വലിയ വിടുതലുണ്ടാകും. എന്തിനാ കർത്താവ് ഈ നുറുക്കം? നിനക്ക് വേണ്ടി മാത്രം ഉള്ളവനെ പ്രത്യേക നുറുക്കലൊന്നും ഉണ്ടാകത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവിടെ നുറുക്കുകയാണ്. നുറുക്കിയിട്ട് ഇതെല്ലാവർക്കും കൊടുത്തു, അതെല്ലാവർക്കും ഭക്ഷിച്ചു. എന്നാലും ഞാൻ ഈ പയ്യൻ്റെ വീട്ടിലൊന്ന് പോയി ചുമ്മാ വന്ന് അവരെ ഒന്ന് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യണ്ടേ. ചെന്നപ്പം എൻ്റെ ചിന്ത, ധ്യാനം ബൈബിളിലില്ല കേട്ടോ, ഭാവന തെറ്റാണെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല. എന്നാലും അവിടെ ചെന്നപ്പം വേറെ പിള്ളേരൊക്കെ ഉള്ളൊരു വീടാണ്. ആ വീട്ടിൽ ചെന്നപ്പോഴാണ് എനിക്കും മനസ്സിലാകുക, അവരുടെ മൂത്ത മോൻ ഇപ്പം ഭയങ്കര മിടുക്കനാണ്. അവന് MBBS കഴിഞ്ഞ് MS അഡ്മിഷൻ കിട്ടി പോവുക. രണ്ടാമത്തെ കൊച്ചൻ ഇപ്പോൾ ഡൽഹിയിൽ JNU യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞിട്ട് IAS കോച്ചിങ്ങിലാണ്, മിടുക്കനാണ്. മൂന്നാമത്തെ പെണ്ണ് ഭയങ്കര മിടുക്കുക, അവൾ നീറ്റ് എഴുതിയിട്ട് ഇപ്പം മെഡിസിൻ അഡ്മിഷൻ കിട്ടി. ഇളയ ഒരുത്തനുണ്ട്, ഒരക്ഷരം പഠിക്കത്തില്ല. അവൻ വീട്ടിൽ ഇരുന്ന കുരുത്തക്കേടിൻ്റെ ഉസ്താദാണ്. അതുകൊണ്ട് അമ്മ പറഞ്ഞു, ദാണ്ട് അവിടെ യോഗമുണ്ട്, 5 അപ്പം കൊടുത്തിട്ട് പറഞ്ഞു, തിരിച്ച് വരണ്ട, വൈകുന്നേരം വരാവൂ, ഇടയ്ക്കൊന്നും വരല്ലേ, പൊക്കോളം പറഞ്ഞു. ഞങ്ങൾ ഈ VBS നടത്താറ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു VBS ഉണ്ടായിരുന്നു. ഇവിടുത്തെ പിള്ളേരൊക്കെ പാവങ്ങളാണ്. ഞങ്ങൾ കേരളം കണ്ട ഏറ്റവും വലിയ VBS നടത്താൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 2000 പിള്ളേർ, അതിലേറെ പിള്ളേർ. എന്നോ ബഹളമെന്നറിയോ എൻ്റെ പൊന്നെ. ഇവരെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ വലിയ പാടാണ്. തെക്കോട്ട് പോകേണ്ടവൻ വടക്കോട്ട് പോകും, വടക്കോട്ട് പോകേണ്ടവൻ തെക്കോട്ട് പോകും. അതൊക്കെയാണ് ഈ VBS പ്രശ്നം. എന്നാലും VBS കഴിയുമ്പോൾ നമ്മൾ ഓർക്കും, ഈ VBS കഷ്ടപ്പാട് ഭയങ്കര. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം VBS വേണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ അക്രൈസ്തവരായ അമ്മമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം VBS ഇല്ല, വലിയ പാടാണ് സിസ്റ്ററെ, ഭയങ്കര കാര്യങ്ങൾ, ബുദ്ധിമുട്ടാണ്. അയ്യോ നല്ല അനുഗ്രഹമാണ് കേട്ടോ, പിള്ളേർക്കൊക്കെ സന്തോഷമാണ്, നടത്തണം. ഇത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. അവധി ഇടുമ്പോൾ ഒരാഴ്ച ഇതുങ്ങളെ എങ്ങനെ സഹിക്കണം എന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് VBS എന്ന് പറയുന്നത്. വണ്ടിയും കൊണ്ട് വരും, കയറ്റിക്കൊണ്ട് പോയിക്കോളും. പിന്നെ എന്താണെന്നറിയാം, ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മൾ ഇവരെ ഇട്ട് ചാടിക്കും. യേശു കർത്താവിൻ്റെ കുഞ്ഞാടുകളെ, ആർ യു റെഡി? ഓ യേസ്, കമോൺ എവരിബഡി. ഒരൊറ്റ ചാട്ടവും ബഹളവും. പോകാൻ നേരത്ത് ഇന്നലെ നടത്തി VBSലൊക്കെ നല്ല ഫുഡൊക്കെ കൊടുത്തു. ഞങ്ങളൊക്കെ ഒരു പപ്സും വെള്ളവും കൊടുത്ത് വിടും. തിരിച്ച് ചെല്ലുമ്പോൾ ക്ഷീണമാണ്. പിന്നെ ഒരൊറ്റ ഉറക്കം ഇറങ്ങിയാൽ പിറ്റേ ദിവസം എഴുന്നേക്കത്തുള്ളൂ. അപ്പോൾ ഒരാഴ്ച അങ്ങ് പോയി കിട്ടും. അതിനാണ് പലപ്പോഴും എവിടെ വിടുക, VBSന് വിടുക. മിക്കവാറും ഇങ്ങനൊരു സംഭവമാണ് ഇവനെ വേറെ നിവൃത്തിയില്ലാത്തതിന് 5 അപ്പം കൊടുത്തിട്ട് അവൻ തിമ്മനാ, നല്ലപോലെ കഴിക്കും. അല്ല 5 അപ്പം കഴിക്കുമോ? സാധാരണ പിള്ളേരൊക്കെ 2-3 അപ്പത്തിൽ കൂടുതൽ കഴിക്കുമോ? ഇവൻ 5 അപ്പവും 2 മീനുമാണ്. കാരണം അവൻ നല്ലപോലെ കഴിക്കും, നല്ല ആയമുള്ള ഇറക്കരാണ്. അതുകൊണ്ട് അമ്മ പറഞ്ഞു, അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. ആർക്കും വലിയ പ്രയോജനമൊന്നും അവനെ കൊണ്ട് തോന്നി കാണത്തില്ല. പക്ഷെ കർത്താവിന് ഈ വീട്ടിലൊത്തിരി പേരും തള്ളപ്പെട്ടവരാണ്. മിടുക്കർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ചിലരെങ്കിലുമൊക്കെ വീട്ടിൽ തള്ളപ്പെടും, വീട്ടിലൊറ്റപ്പെടും. വലിയ മിടുക്കരൊന്നുമല്ല. പക്ഷെ പിൻപനെ മുൻപനാക്കാൻ തമ്പുരാനൊരു പദ്ധതിയുണ്ട്. അവനെ കർത്താവ് കൊണ്ടുവന്ന് അങ്ങ് പൊലിപ്പിച്ചു. ഇന്ന് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ 5000 പേരുള്ള സഭയുടെ പാസ്റ്ററാണ്. അവൻ്റെ അമ്മ അറിയപ്പെടുന്നത് ഈ പാസ്റ്ററുടെ അമ്മയെന്നാണ്. ഡോക്ടറും എൻജിനീയറും എല്ലാം അറിയപ്പെടുന്നത് ഇവരുടെ സഹോദരങ്ങളെന്നാണ്. എൻ്റെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും ഒടുവിലായിട്ടൊക്കെ നിന്നവനെ ഇങ്ങനെ ഉയർത്തി വാഴ്ത്തി കൊണ്ടിരുന്നൊരു കർത്താവുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുക. മറ്റൊരു മാന ഇവിടെ കാണാൻ കഴിയും.
കയ്യിലുള്ളത് ചെറുതാ, ആവശ്യം വലുതാ, എന്തോ ചെയ്യും? 5 അപ്പം കൊണ്ട് എങ്ങനെ ഇവരെ പോഷിപ്പിക്കും? പക്ഷേ എണ്ണത്തെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കർത്താവുണ്ട്. കയ്യിലുള്ളതൊക്കെ ചെറുതാണെങ്കിലും അത്ഭുതം ചെയ്യാൻ കർത്താവിന് കഴിയും. എൻ്റെ കർത്താവിന് എണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ളൊരു കർത്താവാണ്. ഇരു കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഇന്നും എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള എത്രയോ മക്കളെ അത്ഭുതകരമായി അവരുടെ ഭാവിയെ അനുഗ്രഹിച്ച കർത്താവുണ്ട്. അവരൊരു കാര്യം ചെയ്തു, ഈ കുഞ്ഞിനെ ആരുടെ കൈ കൊണ്ട് കൊടുത്തു? യേശു കർത്താവിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്താൽ അവനെ ഉയർത്തി വാഴ്ത്തുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തള്ളപ്പെട്ടതിനെ മൂലക്കല്ലാക്കുന്ന ഒരു കർത്താവുണ്ട്. 5 അപ്പം കൊണ്ട് കർത്താവ് 5000 എന്ത് ചെയ്തു? പോഷിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതിനുശേഷം കടൽമേൽ നടക്കുന്നുണ്ട്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകുക. കടൽമേൽ നടക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. 7-ാം അധ്യായത്തിലേക്ക് പെട്ടെന്ന് വന്നാട്ടെ. 7-ാം അധ്യായം. അപ്പോൾ 1-ാം അധ്യായത്തിൽ പുതിയൊരു ദൈവിക വെളിപ്പാടുണ്ട്. 2-ാം അധ്യായത്തിൽ പുതിയ മന്യയുണ്ട്. 3-ാം അധ്യായത്തിൽ പുതിയ ജനനമുണ്ട്. 4-ാം അധ്യായത്തിൽ പുതിയ ആരാധനയുണ്ട്. ഇന്നലെ മറക്കരുത്, ദൈവം ആരാകുന്നു? ആത്മാവാകും. ആത്മാവാൻ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. 5-ാം അധ്യായത്തിൽ പുതിയ ആരാധനയുള്ളിടത്ത് പുതിയ സൗഖ്യമുണ്ട്. ഈ ആരാധന ഉള്ളിടത്ത് എന്തുണ്ട്? സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. ആരാധന ഉള്ളിടത്ത് സൗഖ്യമുണ്ട്. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഇവഞ്ച്വലി അവിടെ അത്ഭുത സൗഖ്യങ്ങൾ നടക്കും. എന്ത് സൗഖ്യ? ആണ്ടുകൾ പഴക്കമുള്ള സൗഖ്യങ്ങൾ, ആണ്ടുകൾ പഴക്കമുള്ള പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരം വരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 38 ആണ്ട് കൊളക്കടവിൽ കിടന്നവനെ കർത്താവ് എന്ത് ചെയ്തു? സുഖപ്പെടുത്തുകയാണ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നു എണ്ണത്തിന്മേൽ കർത്താവ് എന്ത് കൊടുത്തു? വർദ്ധിപ്പിക്കുകയാണ്. അവിടെ പുതിയ മന്നയാണ്. അവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കും വേണേ പോകാം. പക്ഷെ അവർ പറഞ്ഞു, നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങ് പോയി വസിക്കും. 6-ാം അധ്യായത്തിൽ ഒടുവിൽ പറയുന്നത് പുതിയ മന്നയാണ്. അപ്പം പുതിയ ആരാധന ഉള്ളിടത്ത് പുതിയ സൗഖ്യമുണ്ട്. അവിടെ എന്തുണ്ട്? പുതിയ മന്നയുണ്ട്. യോഹന്നാൻ ചർച്ച് ഡെവലപ്പ് ആകുക. നോക്കൂ, അതുകൊണ്ടാണ് പറയുക, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. അവിടെ ഓരോരുത്തർക്കും സങ്കീർത്തനമുണ്ട്, ഓരോരുത്തർക്കും പുതിയ അനുഭവങ്ങളുണ്ട്. പുതിയ മന്ന, അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കം. 6-ാം അധ്യായത്തിൽ പുതിയ മന്നയാണ്. 7-ാം അധ്യായം എന്നെ അത്ഭുതപ്പെടുത്തുന്ന അധ്യായമാണ്. മുഴുവൻ മുമ്പോട്ട് പോകാൻ സമയമില്ലാത്തതിനാൽ 7-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറയുകയാണ്. അത് ഉത്സവത്തിൻ്റെ മഹാദിനമാണ്. മഹാദിനം എന്ന് പറയുമ്പോൾ എന്താണ്? ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ഡേ ഓഫ് ദ ഫീസ്റ്റ്, ദ ഗ്രേറ്റ് ഡേ, അതായത് യഹൂദൻ്റെ പെരുന്നാൾ നടക്കുകയാണ്. ആ പെരുന്നാൾ നടക്കുന്നതിൻ്റെ മഹാപെരുന്നാളിൻ്റെ ഒടുക്കത്തെ നാളെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ആ ദിവസത്തിലാണ് കർത്താവ് നിന്നുകൊണ്ട് പറയുന്നു, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്ക വരട്ടെ. ഞാനൊന്ന് നിങ്ങളെ പെരുന്നാളിലേക്ക് കൊണ്ടുപോവുകയാണ്. എൻ്റെ കൂടെ എന്ന് യാത്ര ചെയ്ത് വന്ന പെരുന്നാളുകൾ എന്നൊക്കെ പറയുന്നത് ഇന്നും ഒരു ഉത്സവമാണ്. പള്ളികളിലൊക്കെ എന്തുണ്ട്? പെരുന്നാളുണ്ട്. പെരുന്നാളിന് ഒത്തിരി സാമൂഹ്യമായ മാനങ്ങളുണ്ട് പെരുന്നാളിന്. കാരണം കെട്ടിച്ച് വിട്ട പെൺപിള്ളേരെല്ലാം തിരിച്ചു വരുന്നത്, വീട്ടിൽ വരുന്നത് എന്നാ? പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധുക്കളെല്ലാം വരും. അപ്പം ബന്ധുക്കളെല്ലാം വരുമ്പോൾ എല്ലാ വീടുകളിലും കുറച്ച് ഫുഡൊക്കെ ഏറെ വെക്കും. കാരണം ആര് വരും? ബന്ധുക്കളൊക്കെ വരും. അങ്ങനെ ഒരു സോഷ്യൽ മാനം പെരുന്നാളിനുണ്ട്. ഇതെല്ലാം ഒരു സാമൂഹ്യ പശ്ചാത്തലമൊക്കെ ഉണ്ട്. എന്നാലും പെരുന്നാളെന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ്. പെരുന്നാളിന് എന്തുണ്ട്? പെരുന്നാളിന് കൊടിയുണ്ട്, കൊടിയേറ്റമുണ്ട്. പെരുന്നാളിന് വെടിക്കെട്ടുണ്ട്, ഇല്ലേ? പള്ളിയിൽ എന്തുണ്ട്? പെരുന്നാളിന് വെടിക്കെട്ടുണ്ട്, ചെണ്ട മേളമുണ്ട്, റാസയുണ്ട്, പിന്നെ മുത്തുക്കൊടയുണ്ട്, പഞ്ചവാദ്യമുണ്ട്, ചെണ്ട മേളമുണ്ട്, ആകെ ബഹളമാണ്. അപ്പം പെരുന്നാളെന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. പെരുന്നാളുടെ റാസയാണ്. റാന്നിയുടെ റാസ വരുമ്പോൾ എൻ്റെ അപ്പച്ചൻ കുര്യാക്കോ സാർ എന്ന് പറഞ്ഞ എൻ്റെ അപ്പച്ചന് അനൗൺസ് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ജീപ്പിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ഭയങ്കര വാചകമായിരുന്നു. അപ്പച്ചനിങ്ങനെ ഒഴുകും വാക്കുകൾ. അപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ അനൗൺസ് ചെയ്യുകയാണ്, ഇതാ ഭക്തി നിർഭരമായ റാസ, ഈ ഗ്രാമവീഥികളെ രാജവീഥികളാക്കിക്കൊണ്ട്, ഒരു മഹത്തായ കുടിയേറ്റത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട്, ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ അടിവെച്ച് മന്നം കടന്നു വരിക. അപ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് പറയായിരുന്നു, പുറകിൽ എന്തോ നടക്കുക, പെരുന്നാളിൽ എന്തോ ഉണ്ട്,
കുടിയുമുണ്ട്, അടിയുണ്ട്. അടിയില്ലാത്ത പെരുന്നാളുണ്ടോ? ഏത് പെരുന്നാളിനും ഒടുവിൽ എന്തോ ഉണ്ട്? മിക്കവാറും ഒരു അടി നടക്കും. അപ്പോൾ അടിയും കുട്ടിയും എല്ലാം കൂടെ കൂടുന്നതാണ് പെരുന്നാളെന്ന് പറയും. പക്ഷേ ഇങ്ങനെ ഒരു പെരുന്നാൾ, അത് യഹൂദൻ്റെ വലിയൊരു സംഭവമാണ്. ആ പെരുന്നാളിൽ കർത്താവ് പറഞ്ഞുകൊണ്ട് പറയുക, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്ക വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നെന്തോ വരും? ഒരു പെരുന്നാൾ. ആ പെരുന്നാൾ ആത്മാവിൻ്റെ ഒരു പെരുന്നാളാണ്. എൻ്റെ മക്കൾ എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ പൊന്നപ്പ ഇവിടെ എന്താ ഉള്ളേ? എല്ലാ മാസവും 3 ദിവസം ഉപവാസ പ്രാർത്ഥന, അല്ലെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, അല്ലെ പിന്നെ 21. ഇപ്പം എങ്ങും പോരാഞ്ഞിട്ട് വർഷത്തിൽ 100 ദിവസത്തെ പ്രാർത്ഥന. ഇതല്ലാതെ വല്ലതും ഉണ്ടോ? അവിടെ ആണോ എന്തെല്ലാം ഉണ്ട്? സത്യത്തിൽ അവിടെ എന്തെല്ലാം ഉണ്ട്? ഒത്തിരി ഇല്ലേ? ഉണ്ട്. സത്യമല്ലേ? ഉണ്ട്. പക്ഷേ ഇവിടെ കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ പുതിയ സൗഖ്യം കിട്ടി, പുതിയ ആരാധനയുള്ളിടത്ത് വർഷത്തിൽ ഒരിക്കലല്ല പെരുന്നാൾ, എന്നും ഒരു പെരുന്നാൾ. ആ പെരുന്നാൾ എന്തിൻ്റെ പെരുന്നാളാണ്? ആത്മാവിൻ്റെ ഒരു പെരുന്നാളാണ്. ആ പെരുന്നാളിനെ കുറിച്ച് പറയുന്നു, അത് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നൊഴുകുന്നൊരു പെരുന്നാൾ. എന്നിട്ട് പറയുകയാണ്, അടുത്ത വാക്യത്തിൽ പറയുന്നു, യേശു കർത്താവ് അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ എന്ത് വന്നിട്ടില്ലായിരുന്നു? ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അത് തന്നിൽ വിശ്വസിക്കാനൊക്കെ ലഭിക്കാൻ പോകുന്ന ആ മഹത്തായ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് ആരെ അയക്കും? പരിശുദ്ധാത്മാ. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ പ്രത്യേകത, അവിടെ ക്രിസ്തു യോഹന്നാൻ ഒരു പുതിയ സമൂഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഒന്ന്, അവിടെ പുതിയ ആരാധനയുണ്ട്, പുതുജനനമുണ്ട്, പുതിയ ആരാധനയുണ്ട്. പുതിയ ആരാധനയുള്ളിടത്തെ പ്രത്യേകത എന്തില്ല? നടിച്ചുവരുകൾ ഇല്ല, യഹൂദന് യവനെന്നുമില്ല, ആണെന്നും പെണ്ണെന്നുമില്ല, ദാസനെന്നും സ്വതന്ത്രനെന്നുമില്ല. നടിച്ചുവരുകളില്ലാത്ത ആ സൗഖ്യത്തിൽ അവിടെ പുതിയ ആരാധന. പുതിയ ആരാധന വെളിപ്പെടുത്ത എന്തോ ഉണ്ടായി? പുതിയ സൗഖ്യം ഉണ്ടായി. പുതിയ സൗഖ്യം ഉള്ളിടത്ത് എന്തോ ഉണ്ട്? പുതിയ മന്നയുണ്ട്, നിത്യജീവൻ്റെ മൊഴികളുണ്ട്. നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട്, പരനെ നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങ് പോയി വസിക്കും. ഈ പുതിയ മന്ന ഉള്ളിടത്ത് എന്തോ ഉണ്ടെന്ന് അറിയാമോ? പുതിയ പെരുന്നാളുണ്ട്. ആ പെരുന്നാൾ എന്താണ്? ആത്മാവിൻ്റെ ഒരു പെരുന്നാളാണ്. എല്ലാവരും ദൈവത്തെ ഒന്ന് ശ്രദ്ധിക്കാമോ? ഈ ആത്മാവിൻ്റെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല കേട്ടോ. അതുകൊണ്ടാണ് എസ്കേൽ പ്രവാചകൻ പറയുന്നൊരു വാക്കുണ്ട്, ഈ അസ്ഥികൾ എന്തു ചെയ്യുമോ? ജീവിക്കുമോ? ആർക്കറിയാം. അസ്ഥി താഴ്വരെ കൊണ്ടുപോയിട്ട് കർത്താവിന് പറയുന്നു, ഈ അസ്ഥികളുടെ മേൽ ഊതുക. കാറ്റടിച്ചു, ഈ അസ്ഥികൾ ഒരു മഹാസൈന്യമായിട്ട് എന്ത് ചെയ്തു? എഴുന്നേറ്റു. ഒരു കാര്യം പറയാം, ഉണങ്ങിയ അസ്ഥികളാണ് കേരളത്തിൽ. ഒരു യുവതലമുറ മുഴുവൻ ഉണങ്ങിക്കിടക്കുക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആത്മാവിൻ്റെ ഒരു കാറ്റടിച്ചാൽ ഈ ലഹരിയുടെ ബന്ധനങ്ങൾ അഴിയും. കാരണം ഇവർ പോകുന്നത് എന്തോ ഒരു ആവേശത്തിന് വേണ്ടിയാണ്, ഒരു ലഹരിക്ക് വേണ്ടിയാണ്. ഈ ലഹരിക്കെല്ലാം അപ്പുറത്തുള്ളൊരു ലഹരിയുണ്ട്. എന്നിൻ്റെ ഉള്ളിൽ നിന്ന് വിശ്വസിക്കുന്നവർക്ക് ഒഴുകുന്ന ആത്മാവിൻ്റെ ഒരു ലഹരി. നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു പുതിയ പെരുന്നാളാണ്. ആ പുതിയ പെരുന്നാൾ എന്തിൻ്റെ പെരുന്നാളാണ്? ആത്മാവിൻ്റെ പെരുന്നാളാണ്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ പെരുന്നാൾ. കരങ്ങളടിച്ചെന്ന് സ്തുതിച്ചേ. ആത്മാവിൻ്റെ പെരുന്നാൾ, ആത്മാവിൻ്റെ പെരുന്നാൾ എന്നും പെരുന്നാളാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പെരുന്നാളാണ്, വല്ലപ്പോഴുമല്ല, എന്നും ഉള്ള പെരുന്നാൾ. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നു, ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നൊരു നദി ഒഴുകുന്നത് ഞാൻ കാണുന്നു. അത് അളന്നു, 1000 മുഴം അളന്നു, നരിയാണിയോളം, പിന്നെ എന്തോളം? മുട്ടോളം, പിന്നെന്തോളം? അരയോളം. പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു ആത്മനദി. ആ ഉള്ളിൽ നിന്ന് ആ നദി ഒഴുകുകയാണ്. ആ നദി ഒഴുകി ചെല്ലുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ എന്തു ചെയ്യും? ജീവിക്കും. നദി ഒഴുകുകയാണ്. അതുകൊണ്ടാണ് ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതിൻ്റെ വിശുദ്ധ നിവാസം തന്നെ. അവിടെ പ്രവാചകൻ സ്വപ്നം കാണുകയാണ്, സങ്കീർത്തനക്കാരൻ, വരാൻ പോകുന്ന ഒരു നദി. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നാട്ടിലെ ഒരു ചൊല്ല്, വീണ്ടും ഒരു ചൊല്ല് പറയുക, പിള്ളേരെ കൊണ്ട് ആറ്റിൽ പോയാൽ ജന്മം ചെയ്താൽ ഇതുങ്ങൾ എവിടുന്ന് കയറത്തില്ല, ആറ്റിൽ നിന്ന് കയറത്തില്ല. അപ്പോൾ അമ്മ എന്താ പറയും? കന്നിനെ, കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? കന്നിനെ കയം കാണിച്ച പോലെ. മക്കൾക്ക് അറിയാമോ? ഇല്ല. കന്നെന്ന് പറഞ്ഞാൽ പോത്ത് എരുമയൊക്കെയാണ്. അതിനെ കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇട്ടാൽ ഉടനെ ഒന്നും എന്ത് ചെയ്യത്തില്ല, കയറി വരത്തില്ല. കന്നിനെ എന്ത് ചെയ്യിച്ചു? കയം കാണിച്ചു. സത്യത്തിൽ ഇന്ന് ഈ ആരാധന ബോറാകാൻ കാര്യം എന്നാണെന്നറിയാം? ഈ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ്, ഈ പെരുന്നാളില്ലാത്തതുകൊണ്ടാണ്. ഈ വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ കയറുമോ? ഇല്ല, കയറത്തില്ല. വെള്ളത്തിൽ ഇറങ്ങിയാൽ കയറുമോ? നദി ഒരു സംസ്കാരമാണ്. നദി ഒരു സംസ്കാരമാണ്. നമുക്കറിയാം, നമ്മുടെ നാടുകളിലെ ഏറ്റവും വലിയ സംസ്കാരം നദീതട സംസ്കാരങ്ങളാണ്. ഓരോ രാജ്യത്തും ഓരോ ഗ്രാമത്തിലും ഒരു നദി ഉണ്ടെങ്കിൽ പിള്ളേരെല്ലാം എവിടെ ആയിരിക്കും? വൈകിട്ട്
ആ നദിയുടെ, ഇന്നതൊക്കെ മാറി, നദിയുടെ തോട്ടിലായിരുന്നു, ആട്ടിൻപുറത്താണ്, മണപ്പുറത്താണ്. അതൊരു ഭയങ്കര സന്തോഷമാണ്. പന്ത് കളിക്കുന്ന മണപ്പുറത്താ, കോലി കുത്തുന്ന മണപ്പുറത്താ, കുളിക്കുന്നത് ആറ്റില്ല. അപ്പോൾ ആറ്റി പോകുക എന്നൊക്കെ പറയുന്നത് എന്താ, ഒരു സന്തോഷവും തണുപ്പും കൊടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഉള്ളിൽ നിന്നൊഴുകുന്ന ഒരു നദിയെക്കുറിച്ച് പറയുകയാണ്. ഞാൻ ഉറപ്പായിട്ടും പറയാം, ആരാധനയുടെ മട്ടും ഇന്ന് ആരാധന പലയിടത്തും പലയിടത്തും ആരാധനയുടെ സമയം കുറയ്ക്കുക. രാവിലെ തുടങ്ങിയ ആരാധന വൈകുന്നേരമായിട്ടും തീരാത്തത് എൻ്റെ ഓർമ്മയിലുണ്ട്. എന്നിട്ടും ആർക്കും മടുപ്പ് തോന്നിയില്ല. ഇപ്പം പുതിയ സമൂഹം വരുമ്പോൾ എല്ലാം മോർണിംഗ് വർഷിപ്പൊക്കെ ആക്കി. 7 to 8:30 and 9:30 to 10:30 എല്ലാം കുറയ്ക്കുന്നത് എന്താ? പുതിയ കമ്മിറ്റി വന്നപ്പോൾ എന്തോ കുറച്ചു? ആരാധനയുടെ സമയം കുറച്ചു. പണ്ടൊരു ഗൾഫുകാരൻ, നിങ്ങൾ ഗൾഫുകാരാണല്ലോ, ഗൾഫുകാരൻ നാട്ടിൽ പോകുമ്പോൾ അടുത്തുള്ളൊരു പാവം പിടിച്ചവനെ പോരാൻ നേരത്തെ എന്നും ഒരു 1000 രൂപ കൊടുക്കും. ഒരു പ്രാവശ്യം കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഈ പോകാറായിട്ട് ഈ 1000 കിട്ടുന്നില്ല. ഇയാൾ പതുക്കെ ചെന്നിട്ട് ചോദിച്ചു, എൻ്റെ പൊന്നെ നമുക്ക് കിട്ടാനുള്ള കിട്ടിയില്ലെന്ന്. അപ്പോൾ ഈ ഗൾഫുകാരൻ അച്ചായൻ, നിങ്ങളുടെ സൗദിയിൽ നിന്ന് പോയ റിയാദിൽ നിന്ന് അച്ചായൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ചേട്ടാ, ഇപ്പോൾ നമ്മൾ വീട് പണി തുടങ്ങി, ഭയങ്കര ടൈറ്റായിപ്പോയി, ഇപ്പം നിങ്ങൾ പഴയ പോലെ ഒന്നുമല്ല, ടൈറ്റാണ്, അതുകൊണ്ട് തരാഞ്ഞെന്ന് പറഞ്ഞു. വീട് പണി തുടങ്ങി, ടൈറ്റാ. അപ്പോൾ ഈ പാവം പിടിച്ചവൻ എടുത്ത് ചോദിച്ചു, എൻ്റെ പൊന്ന് സാറേ, എനിക്കറിയാൻ വേണ്ടി വയ്ക്കുക, എൻ്റെ 1000 എടുത്ത് വേണോ നിനക്ക് വീട് പണിയാൻ ചോദിച്ചു. എൻ്റെ 1000 എടുത്ത് വേണോ നിനക്ക് എന്ത് ചെയ്യാൻ വീട്? ഇതുപോലെ കർത്താവ് ഒരു ദിവസം ചോദിക്കും, എൻ്റെ 1/2 മണിക്കൂർ എടുത്ത് വേണോ നിനക്ക് ഉറങ്ങാൻ? എന്തുകൊണ്ട് ഈ ആരാധന ബോറാകുന്നത്? ഒറ്റ കാര്യമാണ്, ഈ ആത്മനദി ഇല്ലാത്തതുകൊണ്ട്. പലയിടത്തും രാവിലെ സങ്കീർത്തനമുണ്ട്, അത് കഴിഞ്ഞ് സാക്ഷ്യമുണ്ട്, അത് കഴിഞ്ഞ് പിന്നെന്തോ ഉണ്ട്, ഒരു പ്രബോധനമുണ്ട്, ഇല്ലേ? ആ പ്രബോധനത്തിൻ്റെ സമയത്ത് ഞങ്ങളുടെ ഒരു സഭയിൽ പിള്ളേർ വാട്സപ്പ് സന്ദേശം അയക്കുകയാണ്. അത് പിടിച്ചു. എന്തായിരുന്നു അറിയാമോ? ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നമുക്ക് പേടിക്കാനില്ല. രണ്ടാമത്തെ പ്രസംഗത്തെ അവർ വിളിച്ച പേരെന്താ? ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നമുക്ക് എന്ത് ചെയ്യാനില്ല. ആർക്കും അയക്കരുത് കേട്ടോ മോനെ. എൻ്റെ പൊന്നെ, ഈ ബോറാകാൻ കാര്യം നദി പറ്റിപ്പോയതാ. നദി ഒഴുകാൻ പ്രാർത്ഥിക്കണം. അതെവിടെ നിന്ന് ഒഴുകും? ഉള്ളിൽ നിന്ന് ഒഴുകും. ഈ നദി ഒഴുകിയാൽ പിന്നെ ആരാധന ബോറാകത്തില്ല. പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ സമയം പോകുന്ന അറിയത്തില്ല. എത്ര മണിക്കൂർ വേണേലും പ്രാർത്ഥിക്കാൻ കഴിയും, എത്ര മണിക്കൂർ വേണേലും ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിയും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. കൊങ്കൺ ബ്രാഹ്മണ ഒരു പെൺകുട്ടി, ഞാൻ ഒത്തിരി മനുഷ്യരെ കണ്ടു, ദൈവകൃപയാണ്. കൊങ്കിണി ബ്രാഹ്മണാണ് അവൾ. ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ, ഏതാണ്ട് ഒരു മേഖലയിൽ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിൽ MBBS കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് ഒരു ഡോക്ടറാണ്. ഏതൊരു മേഖല, ആ ഒരു വളരെ റയറായിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ ആ കുട്ടി കർണാടകക്കാരത്തിയാണ്, കൊങ്കിണി, അവൾക്ക് ബാംഗ്ലൂരിലാണ്. ഇവൾ എന്നെ കാണാൻ വേണ്ടി വന്ന് എന്നെ വിളിപ്പിച്ചു, അവൾക്ക് എന്നെ ഒന്ന് കാണണം. അപ്പോൾ അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെന്നു. എന്നെ ഒരു നല്ലൊരു കൊച്ചു പെണ്ണ്, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ കുട്ടി എന്നെ എന്തിനാണെന്നറിയാം പ്രാർത്ഥിക്കാൻ വിളിച്ചത്. എൻ്റെ പൊന്നു ദൈവ സഹോദരങ്ങളെ, പാസ്റ്ററെ 6 മണിക്കൂർ ഞാനിപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. 6 മണിക്കൂർ ഒരു ദിവസം അന്യഭാഷ പ്രാർത്ഥിക്കും. എനിക്കത് 8 മണിക്കൂറാക്കണം. 8 മണിക്കൂറാക്കുമ്പോൾ അതിനുവേണ്ടി ഞാൻ ആഗ്രഹിച്ചപ്പോൾ കർത്താവിൻ്റെ ദാസം പ്രാർത്ഥിച്ച എനിക്കത് കിട്ടും, കൃപ കിട്ടുമെന്ന് തോന്നിയുണ്ട്. ഞാൻ എൻ്റെ നട്ടൽ ഊരിപ്പോയി. 8 മണിക്കൂർ പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചേക്കുക. എൻ്റെ നട്ടൽ വിറച്ച്, എൻ്റെ കൈകാലുകൾ വിറച്ച് പോയി. പക്ഷേ എനിക്ക് അഭിമാനം തോന്നി. സുറിയാനി ക്രിസ്ത്യാനി 10 മിനിറ്റ് ഇരുന്നിട്ട് ബോറടിക്കുമ്പോൾ 6 മണിക്കൂർ ദിവസവും പ്രാർത്ഥിച്ച് അത് 8 മണിക്കൂറാക്കും. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് 8? അവൾ പറഞ്ഞു 8 3 24, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ റിക്രിയേഷൻ, ഉറക്കം, 8 മണിക്കൂർ എൻ്റെ ദൈവത്തിന്. 8 മണിക്കൂർ പ്രാർത്ഥിക്കാൻ ഒരു കുടുംബിനിയായ പ്രൊഫഷണലായ ഒരു പെൺകുട്ടി, ബ്രാഹ്മണ പെൺകുട്ടി ആഗ്രഹിക്കുമ്പോൾ അവൾക്ക് ബോറില്ലാതെ അത് ചെയ്യാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ടാണ്. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചേ, കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ തരാൻ പ്രാർത്ഥിച്ച്. ഈ ആത്മനദി ഇങ്ങനെ ഒഴുകണം. ആ നദി ഒഴുകിയാൽ ദൈവസന്ധി ഇരുന്നാൽ നിങ്ങൾ എഴുന്നേക്കത്തില്ല. ദൈവസന്ധി ഇരുന്നാൽ സമയം പോകുന്നത് നോക്കത്തില്ല, വാച്ചേ നോക്കത്തില്ല. ഹല്ലേലൂയ. എഴുന്നേക്കുന്നത് വിധിക്കുന്നതും അറിയത്തില്ല. നിൻ്റെ സന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? ഹല്ലേലൂയ. തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകാനാ? അങ്ങയുടെ സാന്നിധ്യം എനിക്ക് മതിയെന്ന് പറയാൻ കഴിയും. അത് ആഗ്രഹിക്കുന്നവരെല്ലാം ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ച് ആ നദി ഞങ്ങളുടെ വീട്ടിലൊഴുകണേ, ആ നദി ഞങ്ങളുടെ വീട്ടിലൊഴുകണമേ. ഓരോ പ്രാദേശിക കൂട്ടായ്മകൾ അത് ഒഴുകണമേ. ഈ സൗദി അറേബ്യയിലൂടെ ആ നദി ഒഴുകട്ടെ. ആ നദി ഒഴുകുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ ജീവിക്കട്ടെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. എല്ലാ മക്കളും, പൊന്നു മക്കളും പ്രാർത്ഥിച്ചേ. ബോറിങ് മാറും. വേദപുസ്തകം വായിച്ചാലും തീരത്തില്ല.
10 മിനിറ്റ് വായിച്ചപ്പോൾ ഉറക്കം വരുന്നല്ലേ? കുഞ്ഞ, ഈ നദിക്കകത്ത് ഇറങ്ങിയാൽ അധ്യായങ്ങൾ വായിച്ച് തീരും. മണിക്കൂറുകൾ പ്രാർത്ഥിക്കും, മണിക്കൂറുകൾ ആരാധിക്കും. ദൈവസന്ധി ഇരുന്നാൽ എഴുന്നേറ്റ് പോകാൻ കഴിയത്തില്ല. എന്താ? നദിക്കകത്തേക്ക് ഇറങ്ങിയാൽ മതി. പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ, എന്നെ കരയ്ക്കകത്തു നദിക്കകത്തോട്ട് ഇറക്കണമേ. നമ്മുടെ മക്കളെല്ലാം അത് നദിക്കകത്ത് ഇറങ്ങിയാൽ പിന്നെ നമ്മുടെ കൗൺസിലിങ് വേണ്ട, പുറകെ നടക്കണ്ട, ഉപദേശങ്ങൾ വേണ്ട, അവരെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ആ നദി അവരെ നയിച്ചോളും, നദി അവരെ നയിക്കും. ഒരു നദി പോലെ ഒഴുകട്ടെ. ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ ആത്മനാഥൻ എന്നോട് വൻ കരുണ കാട്ടി ആത്മനദി എന്നിലേക്ക് അവൻ ഒഴുക്കി. ഹല്ലേലൂയ! ആത്മനദി എൻ്റെ പാദങ്ങൾ നനച്ചപ്പോൾ, ആത്മനദി എൻ്റെ മുട്ടോളം എത്തിയപ്പോൾ, ആത്മനദി എൻ്റെ അരയോളം എത്തിയപ്പോൾ ആരും അറിയാത്തൊരു ഭാഷയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ദൈവമേ, ആ ആത്മനദി ഒഴുകുവാൻ പ്രാർത്ഥിച്ച്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ആത്മനദി. യേശുവേ, ഓരോ ആരാധനയിലും സജീവമായ ദൈവസാന്നിധ്യം. വിവിധ സഭകളിലെ ദൈവദാസന്മാർ, വിവിധ സഭകളിലെ ഹല്ലേലൂയ വിശ്വാസികൾ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ വിശ്വാസം, സഭ, അതെല്ലാം വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഈ പരിശുദ്ധാത്മ നദി ഒഴുകണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? കർത്താവേ, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്തേക്ക് ഈ പരിശുദ്ധാത്മ നദി ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ നദി ഉണ്ടെങ്കിൽ കുഞ്ഞെ, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാം, 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, 3 മണിക്കൂറല്ല, സമയം പോകുന്ന അറിയാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആ പെരുന്നാൾ, മഹത്തായ പെരുന്നാൾ, ആത്മാവിൻ്റെ പെരുന്നാൾ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന പെരുന്നാൾ, റകന ഹത്തന, അർത്ഥവത്തായ പെരുന്നാൾ, അർത്ഥവത്തായ പെരുന്നാൾ. അർത്ഥങ്ങൾ നഷ്ടപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളുടെ ലോകത്തേക്ക് പെരുന്നാളുകൾ മാറിയപ്പോൾ കർത്താവ് പറയുകയാണ്, ഇതാ അർത്ഥവത്തായ ഒരു പെരുന്നാൾ, അത് ആത്മാവിൻ്റെ പെരുന്നാളാണ്. ആ നദി ഇങ്ങനെ ഒഴുകുകയാണ്. എവിടെ നിന്ന് ഒഴുകും? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്. തിരുവെഴുത്ത് പറയുന്നത് പോലെ